ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി, ഞാൻ സഹായം മേടിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു മലയാളി വനിതയാണ് തിരുവനന്തപുരത്തുകാരി, അവരാണത് ഹോസ്റ്റ് ചെയ്തത് ആ പരിപാടി. അവരെ ഭർത്താവ് അവിടുത്തെ ഏറ്റവും പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ്, വലിയ ഡോക്ടറാണ്. അവരാണ് നടത്തിയത്. വലിയ ഒരു ലഞ്ച് മീറ്റിംഗ് നടത്തി. അവരെല്ലാം അവിടെ അങ്ങനെയാണ് നടന്നത്, സ്പോൺസർമാർ. ആ സ്ത്രീ ഇവിടെ തിരിച്ചെത്തി. അവരവിടെ നിന്ന് കളക്ട് ചെയ്ത പണം ചെക്കായിട്ട് ഇവിടെ വിതരണം നടത്തി ടൗൺ ഹാളിൽ വെച്ചിട്ട്. അങ്ങനെ കേസ് എടുക്കണമെങ്കിൽ CBI വിടട്ടെ, അതിനേക്കാളും വലിയ ഏജൻസി CBI വിടട്ടെ. MP ഗോവിന്ദൻ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ MP ഗോവിന്ദൻ പാർട്ടി ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തിട്ട് എനിക്കെതിരായിട്ട് അത് CBI വിടട്ടെ. ഞാൻ വിദേശത്ത് പോയി പണം പിരിച്ചിട്ടുണ്ടെന്ന് MP ഗോവിന്ദനാണ് കണ്ടെത്തി, വിജിലൻസ് അല്ല. MP ഗോവിന്ദൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോകട്ടെ. വിദേശത്തു നിന്നും പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയത് പ്രളയബാധിതരുടെ പേരിൽ. തട്ടിപ്പിന് നൽകിയ ഓമന പേര് പുനർജനി. സ്വദേശത്തു നിന്നും പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയത് വയനാട് ദുരിതബാധിതരുടെ പേരിൽ. കോൺഗ്രസിന് തട്ടിപ്പും വെട്ടിപ്പും ജൈവികമാണെങ്കിലും കേൾക്കുന്ന നമുക്ക് തട്ടിപ്പുകളുടെ പരമ്പര മാറിപ്പോകരുതല്ലോ. ഡിജിറ്റൽ കാലത്തെ പ്രതികരണങ്ങളിൽ പഠിച്ചു മാത്രം പറയുന്ന പ്രതിപക്ഷ നേതാവിന് അല്പം കൂടി ജാഗ്രത കാട്ടാമായിരുന്നു. ഇല്ലെങ്കിൽ VD സതീശന്റെ ആർജവത്തെ അണികൾ റീലിൽ ആഘോഷിച്ച് തീരും മുൻപ് പണ്ട് പറഞ്ഞതൊക്കെ ജനങ്ങൾ കുത്തിപ്പൊക്കും. പ്രതിപക്ഷ നേതാവ് നിലപാട് സാഹചര്യത്തിനനുസരിച്ച് തരാതരം പോലെ മാറുമെങ്കിലും ഒരു മാറ്റവും വരാത്ത, ഇളക്കം പോലും തട്ടാത്ത ഒന്നുണ്ട്: പുനർജനിയുടെ പേരിലിട്ട കല്ലുകൾ. പാവപ്പെട്ടവന്റെ കണ്ണീരിന് പരവൂരിലായാലും വയനാട്ടിലായാലും കോൺഗ്രസിനുള്ളത് പണത്തൂക്കം മാത്രം. മനുഷ്യന്റെ ദുരിതങ്ങൾക്ക് മേൽ അവർ കഴുകന്മാരെ പോലെ പറന്നു നടക്കും, അവരുടെ കണ്ണീരിനെ വിറ്റ് ലാഭമുണ്ടാക്കാൻ. സർവവും നഷ്ടപ്പെട്ട് നിരാലംബരായി നിൽക്കുന്ന ആ മനുഷ്യരുടെ നോവിന്റെ കോടതി മാപ്പ് നൽകുമോ VD സതീശനും കോൺഗ്രസിനും? ഈ ചർച്ചയിൽ ഇന്ന് അതിഥികളായി ചേരുന്നവർ: അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM-ൽ നിന്നും, കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് സേനാപതി വേണു, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ഞാൻ സേനാപതി വേണുവിലേക്ക് പോവുകയാണ്. സേനാപതി വേണു, ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുൻപ് പ്രാഥമികമായി ചോദിക്കാനുള്ളത്, നമ്മൾ ആദ്യം കേട്ട പ്രതികരണം പോലെ VD സതീശൻ മുൻപ് വാർത്താ സമ്മേളനം നടത്തി വിദേശ രാജ്യങ്ങളിൽ പോയി അടക്കം പിരിച്ച തുകയുടെ കണക്ക്, ഫണ്ടിന്റെ വിവരമൊക്കെ വളരെ ആർജവത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിൽ പുനർജനി വഴി ഇങ്ങനെ പണം പിരിച്ച് നിർമ്മിച്ചു നൽകിയ വീടുകളൊക്കെയും കോൺഗ്രസിന്റെ പല വേദികളിലും മറ്റിടങ്ങളിലുമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ വിഷയം വരുമ്പോൾ ഇതാ ഏറ്റവും അവസാനം കേട്ട പ്രതികരണം പോലെ പണം പിരിച്ചിട്ടേ ഇല്ല എന്ന മട്ടിലൊരു പ്രതികരണത്തിലേക്ക് VD സതീശൻ എത്തിച്ചേർന്നു. ഇതിനു മുൻപ് നിയമസഭയിലും VD സതീശൻ ₹1 പോലും പിരിച്ചിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുകയും ചെയ്തു. എന്താണ് ഈ നിലപാടിലെ വൈരുദ്ധ്യത്തിന് കാരണം? അല്ല, VD സതീശന്റെ നിലപാടിൽ ഒരു വൈരുദ്ധ്യവും ഇല്ല. VD സതീശൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ഉറച്ചു നിൽക്കുന്നു. VD സതീശന് ഈ കാര്യത്തിൽ ഒരു കാര്യവും മറയ്ക്കാനില്ലാത്തത് കൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ CBI അന്വേഷണം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു യുക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് ഒരു വനിതയുടെ കയ്യിൽ നിന്ന് ഒരു വെള്ളപ്പേപ്പർ എഴുതി മേടിച്ചിട്ട് 5-6 പേരെ CBI കേസിൽ പെടുത്തിയായിരുന്നല്ലോ. എന്നിട്ട് CBIയുടെ കോടതി തിരുവനന്തപുരത്ത് കുറ്റപത്രം പോലും സ്വീകരിക്കാതെ അത് തള്ളിയ സ്ഥിതിവിശേഷം നമ്മൾ കണ്ടതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി 90 ദിവസത്തിൽ താഴെ മാത്രം. അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു ഇത്, കാരണം CPM-ന്റെ പ്രധാനപ്പെട്ട 3-4 നേതാക്കൾ ജയിലിൽ കിടക്കുന്നു. അണ്ടർവെയർ മോഷ്ടിച്ചതിന് മന്ത്രിയായിരുന്ന പഴയ ആള് ഇപ്പം ജയിലിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പണ്ട് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞ പോലെ ഹം സബ് ചോറേ എന്ന് പറഞ്ഞുകൊണ്ട്, ശരി എന്നാൽ VD സതീശനും എതിരെ ഒരു അന്വേഷണം ആയേക്കാം. പുനർജനിയുടെ ഈ കാര്യങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ തന്നെ ഈ ചാനൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ VD സതീശൻ ഏതെങ്കിലും ₹1 അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലോ ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് VD സതീശൻ അങ്ങനെ ഒരു പണത്തിന്റെ ലാലച്ചുള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിന് അങ്ങനെ പൈസ സമ്പാദിക്കണം, ജീവിതത്തിൽ അങ്ങനെ പണം സമ്പാദിക്കണം എന്നുള്ള ആ ഒരു ഇച്ഛയൊന്നുള്ള ഒരാളൊന്നുമല്ല. അദ്ദേഹം പൊതുപ്രവർത്തനം വളരെ സത്യസന്ധമായി അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തിയൊക്കെ ചെയ്തിരുന്ന കാലഘട്ടത്തിലും അന്നും ഇന്നും ഒക്കെ വളരെ സുതാര്യമായി ആ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ 2018 കൊടിയ പ്രളയകാലത്ത് സർവസ്വവും നഷ്ടപ്പെട്ട ആളുകൾക്ക് 280ഓളം വീടുകൾ വെച്ചു കൊടുത്തു. 37 വിദേശ മലയാളികളുടെ സഹായത്തോടെയാണ്. ₹1 പണം VD സതീശന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. അത് ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന്
പറയുന്ന ആ സംഘടനയുടെ അക്കൗണ്ടിലാണ് എത്തിയിരിക്കുന്നത്. അവർ ആ പണം ശ്രീ സേനാപതി വേണു, വി ഡി സതീശന്റെ അക്കൗണ്ടിൽ ഇവിടെ പണം എത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ സ്വന്തം അക്കൗണ്ടിലൂടെ പണം വാങ്ങി അത് അതിനുവേണ്ടി ഉപയോഗിക്കുക എന്നൊരു മണ്ടത്തരം ചെയ്യുന്ന നേതാവാണ് വി ഡി സതീശൻ എന്ന് സ്വാഭാവിക ബുദ്ധിയിൽ കരുതുകയും വയ്യ. പക്ഷേ എന്റെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി താങ്കളോട് ആവർത്തിക്കുന്നു. താങ്കൾ അതിനൊരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടി പറഞ്ഞു പോയിട്ട് മാത്രമേ ഉള്ളൂ. വിജിലൻസ് അന്വേഷണം, ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം, പരാതി, അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് ഉറപ്പായും വരാം ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ. എന്റെ ചോദ്യം, വളരെ തുടക്കം തന്നെ ആ രണ്ട് പ്രതികരണങ്ങളും നമ്മൾ കേട്ടതാണ് ശ്രീ സേനാപതി വേണു. ഇതിൽ ഒരു കൂട്ടിച്ചേർക്കലുമില്ല, ഒരു വെട്ടിക്കളയലുമില്ല. വി ഡി സതീശൻ തന്നെ മുൻപ് പണം പിരിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം എന്നുള്ളത് വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന മട്ടിലാണ് എം വി ഗോവിന്ദനാണല്ലോ കണ്ടെത്തിയത്. ഞാൻ പണം പിരിച്ചു എന്ന് തെളിയിക്കട്ടെ എന്നുള്ളതാണ് വി ഡി സതീശൻ പറയുന്നത്. അന്ന് അദ്ദേഹം പണം പിരിക്കാനായി അവിടെ ആഹ്വാനം നൽകുന്ന വീഡിയോകളടക്കം പുറത്തു വന്ന സാഹചര്യവുമുണ്ട്. എന്തിനാണ് ആ നിലപാടിലെ മാറ്റം എന്നുള്ളതാണ് എന്റെ ചോദ്യം. വളരെ ജെന്യുവനായ ഒരു കാരണത്തിന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ പോയി ആളുകളോട് പണം പിരിച്ചതെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുന്നതിന് എന്താണ് മടി? കേസിലേക്ക് ഞാൻ വരുന്നുണ്ട്. അല്ല അക്ഷിത, അദ്ദേഹം പണം പിരിച്ചു എന്ന് പറയുന്നത് അതെന്തിനാണ്? അവിടെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനായി. അല്ലാതെ വി ഡി സതീശന് സ്വകാര്യ സ്വത്ത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുടുംബത്തിന് വീട് പണിയാനോ ഇതൊന്നും അല്ലല്ലോ. ആ പ്രളയകാലത്ത് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ആ വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും സമൂഹത്തിന്റെ ഏതെങ്കിലും തുറയിൽ നിന്ന് സഹായങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ആ സഹായം ലഭിച്ച അവിടുത്തെ ആളുകൾ, ആ സഹായം ലഭിച്ച ആളുകളാണല്ലോ 2001 മുതൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയോ വർദ്ധിച്ച്. ഈ പുനർജനി വിവാദമൊക്കെ വളരെ എന്താ പറഞ്ഞ സജീവമായിട്ട് കത്തിച്ചതാണല്ലോ 2021 തെരഞ്ഞെടുപ്പിലും. ആ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം 400,000 പേരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യം സേനാപതി വേണു, അതിലൊന്നും തർക്കവുമില്ല. എനിക്ക് തർക്കമുള്ളത് ആകെ വി ഡി സതീശന്റെ നിലപാടിൽ മാത്രമാണ്. ഞാൻ വേണമെങ്കിൽ താങ്കളെ അത് ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. പക്ഷെ താങ്കൾ കേട്ടു. അതെ. അപ്പോൾ അതിൽ മറുപടി പറയാൻ എന്താണ് താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ട്? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇത്ര വലിയ കോസിന് വേണ്ടിയാണ് അങ്ങനെ ഒരു പിരിവ് നടത്തിയതെങ്കിൽ വളരെ ആർജവത്തോടെ ഇപ്പോൾ അന്വേഷണം വരുമ്പോൾ അദ്ദേഹത്തിന് പറയാമല്ലോ, അതെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെട്ട് ഒരു NGOയിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ച് വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം വി ഡി സതീശൻ എം വി ഗോവിന്ദൻ തെളിയിക്കട്ടെ ഞാൻ പണം പിരിച്ചു അല്ലെങ്കിൽ ഞാൻ മുഖേന പണപ്പിരിവ് നടത്തി എന്ന് വി ഡി സതീശൻ പറയുന്നത് എന്തിനാണ്? ഇന്ന് അതിന് മുൻപ് നിയമസഭയിൽ അദ്ദേഹം ഞാൻ ഒരു പിരിവും നടത്തിയിട്ടില്ല പുനർജനിയുടെ പേരിൽ എന്ന് അടിവരയിടുന്നുണ്ട്. സഭാരേഖകളിൽ ആ നിലയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന വി ഡി സതീശൻ നടത്തിയത് എന്തിനാണ്? അല്ല, ഒരു തെറ്റിദ്ധരിക്കലും അദ്ദേഹം നടത്തിയിട്ടില്ലല്ലോ. പുനർജനി എന്ന് പറയുന്ന സംവിധാനത്തില് ഈ മണപ്പാട്ട് ഫൗണ്ടേഷന് അവർക്ക് പണം കൊടുത്ത് അവര് വീട് വെക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കട്ടെ. അതല്ലാതെ താൻ നേരിട്ടോ തന്റെ അക്കൗണ്ടിലോ 1 രൂപയും അദ്ദേഹം പിരിച്ചിട്ടില്ല. അത് അന്നും അദ്ദേഹം പറയുന്നു, ഇന്നും പറയുന്നു. 2021 തോന്നുന്നു, അത് 24 അന്നത്തെ DIG ആയിരുന്ന ശ്രീ കാർത്തിക്കിന്റെ വിജിലൻസിന്റെ റിപ്പോർട്ടുമുണ്ട്. ഇതിൻ്റെ അകത്ത് 1 രൂപ പോലും വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. വി ഡി സതീശൻ ഇതിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിച്ചിട്ടുമില്ല. വി ഡി സതീശൻ 1 രൂപ ആരിൽ നിന്ന് വാങ്ങിയിട്ടുമില്ല. ഇനി ഒരു ഫൗണ്ടേഷന് വേണ്ടി വീടുണ്ടാക്കുന്നതിന് പണം കൊടുക്കാൻ അത് അദ്ദേഹം ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അതിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പർപ്പസ് ആർക്ക് വേണ്ടിയാണോ ചെയ്തത് ആ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിനൊരു തർക്കവുമില്ല. വിജിലൻസ് ഇത് കേസ് പോലും നിൽക്കത്തില്ല. ഇങ്ങനെ ഒരു കേസ് ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തെരഞ്ഞെടുപ്പായാലും ഇപ്പം തെരഞ്ഞെടുപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിപ്പം കേസുകളുടെയൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കേസുകൾ ചെയ്യട്ടെ. ആ കേസ് അതാണ് വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസ് നേതാക്കളൊക്കെ ആവർത്തിച്ചും അത് തന്നെയാണ്. ഞാൻ വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇവിടെ ഇപ്പോൾ ഇതാ വിജിലൻസിൽ നിന്ന് ലഭിച്ചൊരു മറുപടിയിലടക്കം വി ഡി സതീശൻ അക്കൗണ്ടിലേക്ക് പണം കൈപ്പറ്റിയിട്ടില്ല. അതായത് നമ്മൾ ചില പരീക്ഷകൾക്കൊക്കെ ഒരു വൺ വേർഡ് ചോദ്യം ചോദിക്കുമല്ലോ, ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അതിനപ്പുറത്തേക്ക് അതിലൊന്നും പറയാൻ കാണില്ല അല്ലെങ്കിൽ പറയാൻ സാധിക്കില്ല. ആ നിലയിലാണ് അങ്ങനെ ഒരു ചോദ്യം. വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ? സ്വാഭാവികമായും അതിന്റെ മറുപടി വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. ഇങ്ങനെ ഒരു വലിയ അഴിമതി നടത്തുമ്പോൾ സ്വന്തം അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്ന് പണം വാങ്ങാൻ അത്ര മണ്ടത്തരം ചെയ്യുന്ന ആളാണ് വി ഡി സതീശൻ എന്ന് നമ്മൾ കരുതുകയും ഇല്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഇതാ വി ഡി സതീശൻ ഒരു അഴിമതിയും നടത്തിയിട്ടില്ല എന്ന് ആവർത്തിക്കുന്നത്. രണ്ടാമത്തത് തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വിവാദം എന്ന് അവർ പറയുമ്പോൾ എന്താണ് അതിൽ സർക്കാരിന് CPIM-ന് പറയാനുള്ളത്? ഇവിടെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ ചെയ്ത നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് നാളായിട്ട് ചർച്ചയുള്ളതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അടക്കം ഈ വിഷയം വളരെ ഗൗരവമായിട്ട് പരിശോധിച്ചു. ഡിവിഷൻ ബെഞ്ചിൽ അത്തരത്തിലൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വരുമ്പോൾ പരിഗണനാ വിഷയം ഇവിടെ CBIക്ക് പരാതി കൊടുത്തു. ആ പരാതി വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തത്, ഒരു തൃശ്ശൂർ സ്വദേശി. അപ്പോൾ CBIയുടെ വാദം കേട്ടു.
CBIയുടെ വാദം കേട്ടപ്പോൾ CBIയുടെ പ്രോസിക്യൂട്ടർ പറഞ്ഞത് CBIക്ക് പരാതി കിട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പരാതി ഞങ്ങൾ സ്റ്റേറ്റ് വിജിലൻസിന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റേറ്റ് വിജിലൻസിൻ്റെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇപ്പോൾ CBIക്ക് അന്വേഷണം ഏറ്റെടുക്കാനോ ആ പരാതി പരിഗണിക്കാനോ കഴിയില്ല എന്നതാണ്. അന്ന് ജസ്റ്റിസ് മണികുമാർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ജസ്റ്റിസ് ഷാജി പി ചാലി ഇവരുടെ ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വളരെ വിശദമായി അത് വാദം കേട്ടതിന് ശേഷം CBIക്ക് കൊടുത്ത പരാതി പരിഗണിക്കാൻ ഇപ്പോൾ നിർവാഹമില്ല. കാരണം CBI അത് പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടി വിജിലൻസിന് കൈമാറിയിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് നടക്കട്ടെ. ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിൻ്റെ പരാതിക്കാരന് ഇതിൻ്റെ അന്വേഷണം നിയമപരമല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ആ കോടതിയെ സമീപിക്കാം. നിയമപരമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് സ്വീകരിക്കാം എന്നതാണ് പറഞ്ഞുകൊണ്ട് ആ കേസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം വിജിലൻസ് അന്വേഷിച്ചതിന് ശേഷം കണ്ടെത്തിയത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം നടക്കുന്നതെല്ലാം വിദേശത്താണ്. നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ FCRA ആക്ട് പ്രകാരമാണ്. ഇപ്പോൾ പ്രളയകാലത്താണല്ലോ ഇത്തരത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി ഇദ്ദേഹം വിദേശത്ത് പോയി പണം കൈപ്പറ്റുന്ന അല്ലെങ്കിൽ പണം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് നമുക്കെല്ലാം ഓർമ്മയുണ്ട്, UAEയിൽ നിന്ന് വിദേശ സഹായം തേടാൻ കേരളം ആഗ്രഹിച്ചു. ഈ കേരളത്തിലുണ്ടായിട്ടുള്ള സമാനതകളില്ലാത്ത ദുരന്തത്തിന് പരിഹാരം കാണാൻ വിദേശ സഹായത്തിന് വേണ്ടിയിട്ടുള്ള അനുവാദം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തേടി. അന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് വിദേശ സഹായം തേടുക എന്നുള്ളത് വ്യക്തിയായാലും സംഘടനയായാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും അത് നമുക്കിടെ രാജ്യത്തിന് യോജിച്ചതല്ല, രാജ്യത്തിൻ്റെ പോളിസിയല്ല, അതുകൊണ്ട് അത് നേടാൻ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് UAEയിൽ നിന്ന് വാഗ്ദാനം ചെയ്ത ഏകദേശം 750 കോടി രൂപയുടെ സഹായം നിഷേധിച്ച വാങ്ങാൻ അനുവദിക്കാത്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ സ്പീക്കറുടെ അനുവാദമില്ലാതെ, അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹം വിദേശത്ത് പോയി പണസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം, പ്രസന്റേഷൻ, ആവശ്യപ്പെടൽ നടത്തുകയാണ്. ഒറ്റ കാര്യമാണ് കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് അന്ന് സ്പീക്കറുടെ അനുവാദം മേടിക്കാതെ ശ്രീ VD സതീശൻ വിദേശത്ത് പോയത്? 2, അന്ന് വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാൻ, അതേപോലെ തന്നെ സുഹൃത്തുക്കളെ കാണാൻ എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ച്, ഒന്ന് ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാൻ, 2 സുഹൃത്തുക്കളെ കാണാൻ എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിസയ്ക്ക് അപേക്ഷിച്ച് സ്പീക്കറുടെ അനുവാദമില്ലാതെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇവിടെ പുനർജനി പദ്ധതിയുടെ പേര് പറഞ്ഞ്, ചില ഫൗണ്ടേഷൻ്റെ പേര് പറഞ്ഞ് പണസമ്പാദനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത് 500 പൗണ്ട്, ആ പ്രസംഗമൊക്കെ പൊതുസമൂഹത്തിലുണ്ട്, ഇത്ര 500 പൗണ്ട് വീതം ഓരോ വ്യക്തിയും തന്നാൽ അത് ആർക്കാണ് ഗുണമുണ്ടാകുക, മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ പണം സമ്പാദിച്ചു. അതിനുശേഷം തിരിച്ചു വന്നു. നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുമ്പോൾ ഒരു MLA CD വരെ, അദ്ദേഹം വിദേശത്ത് നടത്തിയ പ്രസംഗത്തിൻ്റെ CD വരെ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ച് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട VD സതീശൻ പറഞ്ഞത്, ഞാൻ വിദേശത്തുനിന്ന് 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നതാണ്. കയ്യിൽ മേടിച്ചോ അല്ലെങ്കിൽ ഫൗണ്ടേഷന് വേണ്ടി വാങ്ങിച്ചോ മറ്റേതെങ്കിലും ഏജൻസിക്ക് വേണ്ടി വാങ്ങിച്ചോ പൂർണ്ണമായിട്ടുള്ള ഡിനയിലാണ് അദ്ദേഹം നടത്തിയത്. അതിനുശേഷം കൂടുതൽ തെളിവുകൾ പുറത്തു വന്നപ്പോൾ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച CD വളരെ സജീവമായിട്ടുള്ള ചർച്ചയായി പൊതുസമൂഹത്തിൽ മാറിയപ്പോൾ പറവൂര് പത്രസമ്മേളനം നടത്തി അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ പോയിട്ടുണ്ട് വിദേശത്ത്, പല പ്രസന്റേഷൻ നടത്തിയിട്ടുണ്ട്, പലരും പണം തന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു ലേഡി, അവിടെ UK-യിൽ സ്ഥിരതാമസമുള്ള ലേഡി വന്ന് ഇവിടെ പറവൂര് ടൗൺ ഹാളിൽ വന്ന് ചെക്ക് വിതരണം നടത്തി എന്ന രൂപത്തിലടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയമസഭയിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഒറ്റ കാര്യമാണ്, ഗവൺമെന്റിന്റെ അനുവാദം, സെൻട്രൽ ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ FCRA നിയമത്തിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി, നിയമത്തിന് വിരുദ്ധമായി വിദേശത്ത് പോയി പണസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള പ്രസന്റേഷൻ നടത്തി അത് ട്രസ്റ്റ് വഴി മറ്റേതു മാർഗം വഴി സ്വീകരിച്ചാലും അത് നിയമലംഘനമാണ്. അത് അന്വേഷിക്കാൻ സ്റ്റേറ്റ് വിജിലൻസിന് കഴിയില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ CBI അന്വേഷിക്കണം. നിയമപ്രകാരം 1 കോടിക്ക് താഴെയാണെങ്കിൽ സ്റ്റേറ്റ് വിജിലൻസ്, 1 കോടിക്ക് മുകളിലാണെങ്കിൽ അന്വേഷിക്കേണ്ടത് CBI ആണ്. അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്ന് ശുപാർശ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചോദ്യങ്ങൾ, സ്പീക്കർ അടക്കം ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്നു. അപ്പോൾ ഒറ്റ കാര്യം, ഇവിടെ വിദേശത്ത് നടന്ന ഈ ഒഫൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഒരു സംസ്ഥാന അന്വേഷണ ഏജൻസിക്ക് അന്വേഷിക്കാൻ അർഹതയില്ല എന്നിരിക്കെ, അതിനുള്ള സംവിധാനമില്ലെന്നിരിക്കെ അത് CBI അന്വേഷിക്കണം എന്നൊരു ശുപാർശ ചെയ്താൽ പിന്നെ CBI അന്വേഷിച്ചല്ലേ പറ്റൂ. ഇവിടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസാല ബോണ്ട്, ഇതേ കോൺഗ്രസിന്റെ പ്രതിനിധി ഇതേ ഫ്ലോറിൽ വന്ന് എത്ര തവണ ചർച്ച നടത്തി. അതെ, കിഫ്ബി മസാല ബോണ്ട് വിദേശത്തുനിന്ന് സ്റ്റേറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്താനായാലും അങ്ങ് വാങ്ങിച്ചല്ലോ എന്ന് ചോദിച്ചല്ലോ. അന്ന് പറഞ്ഞല്ലോ RBIയുടെ കൃത്യമായിട്ടുള്ള അനുവാദത്തോടെയാണ്, ഫെമ നിയമ ചട്ടലംഘനം ഇല്ല,
കിഫ്ബി കൃത്യമായി RBIയുടെ നോംസ് അനുസരിച്ചിട്ടാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇവർ അനുവദിക്കാൻ തയ്യാറായില്ലല്ലോ. അന്വേഷിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഇതും അന്വേഷിക്കട്ടെ. നിയമപരമായിട്ട് അന്വേഷിച്ചാൽ മാത്രമല്ലേ കണ്ടെത്താൻ കഴിയൂ. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ വിജിലൻസിന്റെ മുന്നിലുണ്ട്. ആ വിജിലൻസ് അതിന്റെ ശുപാർശയിൽ കൃത്യമായിട്ട് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എല്ലാം നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുണ്ട്. ഏതാണ് ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ 250-ലധികം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു എന്നാ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞേ. എന്നാൽ ഒന്ന് കാണിച്ചു തരാമോ? 2019 തന്നെ ഞാൻ ലിസ്റ്റ് പുറത്തുവിടുമെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞതല്ലേ? എന്തുകൊണ്ട് ലിസ്റ്റ് പുറത്തുവിട്ടില്ല? ഞാൻ പറയാം ഏതൊക്കെ ആരുടെ സ്പോൺസർഷിപ്പിലാണ് പറവൂര് വീട് നിർമ്മിച്ചത്. ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന നോട്ടീസും അഡ്വർടൈസ്മെന്റും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. സാക്ഷാൽ VD സതീശൻ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആര് സ്പോൺസർ ചെയ്ത വീട് എന്നുണ്ട്. പുനർജനി പ്രകാരം നിർമ്മിച്ച വീടുകൾ ഏതൊക്കെ, ഓരോരുത്തരുടെയും സ്പോൺസർഷിപ്പിൽ നിർമ്മിച്ച വീടുകൾ ഏതൊക്കെ, ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ലൈഫ് പദ്ധതിയിൽ പണിത വീടുകൾ എത്ര പുനർജനിയായിട്ട് കൺവെർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആരുടെയൊക്കെ സ്ഥലം എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. പല സാധാരണക്കാർക്കും വീട് നിർമ്മിക്കാൻ ആ പ്രദേശത്തെ വിദേശവാസികളായ പറവൂർക്കാർ തന്നെ സംഭാവന ചെയ്ത സ്ഥലം, ആ സ്ഥലം പുനർജനി എഴുതി മേടിച്ചിട്ടുണ്ട്. ചർച്ചയാവട്ടെ, പരിശോധന നടക്കട്ടെ. അതുകൊണ്ട് നിയമപരമായി തന്നെയാണ് വിജിലൻസ് തങ്ങൾക്ക് അന്വേഷിക്കാൻ അർഹതയില്ലാത്ത കഴിയാത്ത സാഹചര്യം നിയമപ്രകാരം CBI അന്വേഷിക്കണമെന്ന് റഫർ ചെയ്ത് ഗവൺമെന്റിന് മുന്നിലേക്ക് ഫയൽ വിട്ടിരിക്കുന്നത്. അതിൽ ഇന്ന് രാവിലെ മുതൽ ആ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ കോൺഗ്രസ് നേതാക്കന്മാരും VD സതീശനും നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണമാണ്. ഒരു ക്ലീൻ ചിറ്റും ഈ വിഷയത്തിൽ കൊടുത്തിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അത് CBIക്ക് മാത്രമേ പറ്റൂ, ഒരു സെൻട്രൽ ഏജൻസിക്ക് മാത്രമേ പറ്റൂ. ഒറ്റക്കാര്യം കൂടി, EDയും പല ഘട്ടത്തിലും ഇതേ വിഷയത്തിൽ ശ്രീ VD സതീശനെ ചോദ്യം ചെയ്തല്ലോ. അത് എവിടെ വെച്ചിട്ടാണ് ഫുൾ സ്റ്റോപ്പായി മാറിയത്? എന്താണ് EDയും VD സതീശനും തമ്മിലുള്ള ഡീല്? ഇതൊക്കെ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ഇതാണ് ഇതും ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ. ശരി, ശ്രീ M ജയചന്ദ്രൻ, ഇവിടെ EDയുടെ തന്നെ അന്വേഷണ പരിധിയിൽ ഇതിന് മുൻപ് വന്നിട്ടുള്ള കേസ് തന്നെയാണ് പുനർജനിയുമായി ബന്ധപ്പെട്ടത്. ആദ്യമായല്ല ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് വരണം എന്നൊരു ആവശ്യം തന്നെ വരുന്നത്. പരാതിക്കാരന് പോലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ വസ്തുതകളൊക്കെ കോൺഗ്രസും പ്രതിപക്ഷ നേതാക്കൾ ഒന്നാകെയും ബോധപൂർവം മറച്ചു വെക്കുകയാണ്. അവരെന്താണ് പ്രചരിപ്പിക്കുന്നത്? ഇതാ CBI എന്ന കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസിയെ കോൺഗ്രസിനെതിരെ കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ ശ്രമം എന്നുള്ള നിലയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അവരുടെ ഭാഗ്യവശാൽ 3 മാസത്തിനപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ആ തെരഞ്ഞെടുപ്പിന് മേൽ പഴിചാരി VD സതീശനെ പുകമറയിൽ നിർത്താനുള്ള ശ്രമം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ കഴിയുന്നതാണോ ഇത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. ഇവിടെ അരുൺ തന്നെ വിശദീകരിച്ചതുപോലെ വിജിലൻസിന്റെ പരിധിയിൽ നിന്നും പുറത്തുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ സ്വാഭാവികമായും അതിന് മുകളിലൊരു ഏജൻസിയെ ശുപാർശ ചെയ്യുക എന്നുള്ളതല്ലേ നടപടിക്രമം? അർഷിത, ഇതില് ഏറ്റവും ലളിതമായി ജനങ്ങളോട് കോൺഗ്രസും ഇപ്പോ ഇവിടെ ഉള്ളത് പ്രിയപ്പെട്ട ശ്രീ സേനാപതി വേണുവാണല്ലോ. അദ്ദേഹവും വ്യക്തമാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ വഴിയും കോൺഗ്രസ് നേതാക്കൾ നേരിട്ടും ഒക്കെ പറയുന്നുണ്ടല്ലോ ഈ കേസിൽ. ഒറ്റ കാര്യം ഒന്ന് തെളിയിച്ചാൽ മതി. എവിടെ ആ ക്ലീൻ ചിറ്റിന്റെ ഒരു കടലാസ് ഒന്ന് കാണിക്കാമോ ശ്രീ സേനാപതി വേണു? താങ്കൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ കാണിച്ചാലും മതി, മാധ്യമങ്ങൾ വഴി ചെയ്താലും മതി. ഇതാ ക്ലീൻ ചിറ്റ് ഇതാ എന്ന് പറഞ്ഞ സംഗതി ഈ ചർച്ച തന്നെ അർത്ഥശൂന്യമായി പോകും. ഇത് താങ്കൾ ആരോപിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ മുൾമുനയിൽ നിർത്താനുള്ള ചോദ്യമായി മാറും. പക്ഷേ അത് ചെയ്യുന്നില്ലെങ്കിലോ, അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലോ ഉന്നയിക്കപ്പെടുന്ന ആരോപണം വസ്തുതാപരമാണ് എന്ന് ഭാഗികമായെങ്കിലും താങ്കൾക്ക് അംഗീകരിക്കേണ്ടി വരും. ഭാഗികമെന്ന് പറയാൻ കാര്യം, കോൺഗ്രസിന്റെ മുമ്പിൽ ഇപ്പോ ഇത് വിജിലൻസ് ക്ലീൻ ചിറ്റ് തന്നു എന്നുള്ളത് വാക്കാൽ പറയുന്നതല്ലാതെ അതുമായി ബന്ധപ്പെട്ട് ഒരു വരി തെളിവ് പോലും ഹാജരാക്കാൻ കഴിയില്ല. അത് വസ്തുതയാണ്. കാര്യം അതിന്റെ നേരെ മറുപുറമാണ് വസ്തുത. ഒന്ന്. രണ്ടാമത്തേത്, ഇത് കേരള പോലീസിന്റെ പരിധിക്കകത്ത് ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഈ പരിവർത്തനത്തിന് പുറത്തേക്കുള്ള, കേരളത്തിന് പുറത്തേക്കോ രാജ്യത്തിന് പുറത്തേക്കോ ഉള്ള അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ ഏത് ഏജൻസിയാണോ ഇത്തരം കാര്യങ്ങളിൽ കമ്പ്യൂട്ടഡ് ആയിട്ടുള്ളത് ആ ഏജൻസി അന്വേഷിക്കണം. അതാണ് വിജിലൻസ് നിലപാടെടുക്കാൻ കഴിയുക. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇലക്ഷനുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് ചെയ്യുന്നത് എന്ന കോൺഗ്രസിന്റെ വാദമുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി കക്ഷി രാഷ്ട്രീയാടിസ്ഥാനത്തിലുള്ള ആരോപണമാണ് എന്നാണല്ലോ പറയുന്നത്. ശരിയാണ്, ഞാൻ അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്ന കക്ഷി രാഷ്ട്രീയം
എന്നുള്ള ആ പദത്തിനോട് ഞാൻ യോജിക്കില്ല, ആ വാദത്തിനോട് യോജിക്കില്ല. ജനങ്ങളുടെ ജനങ്ങൾക്കറിയാനുള്ള ഒരു അവകാശമുള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ, ജനങ്ങളുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം കൈകാര്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇക്കാര്യത്തിൽ. കാരണം ഈ ഹാബിറ്റാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇവിടെ അല്ല, പുറത്ത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന വേറൊരു സംഗതി, ഇതുവഴിയൊക്കെ 229 വീടിന്റെ ഒരു കഥ കേട്ടിരുന്നല്ലോ 2020. അത് പിന്നെ ആ 229 റിജിൽ മാക്കുറ്റിയൊക്കെ ഇടയ്ക്ക് ഭയങ്കര ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഇടുക മാത്രമല്ല, ചാനൽ ചർച്ചകളിൽ പലവട്ടം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഞാനൊക്കെ അന്തം വിട്ട് പോയിട്ടുണ്ട്. അത് ചർച്ചകളിൽ ശരിയാണ് ഇപ്പോൾ പറയുന്നത്. പിന്നീട് കണക്ക് വരുമ്പോൾ 2023 ഏറ്റവും കൂടുതലുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 2023 അന്ന് അദ്ദേഹം പറഞ്ഞ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 2023 കഴിഞ്ഞ് 24, 25 കഴിഞ്ഞ് 26 ആയാലും എന്താണ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ ഇതുവരെ പ്രിയപ്പെട്ട പ്രതിപക്ഷ സമയമായില്ലേ എന്നല്ലേ നമ്മളെപ്പോഴൊക്കെ ചോദിക്കാൻ പറ്റൂ. കാര്യം അദ്ദേഹം ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന മനുഷ്യനാണ്. ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. ആ തിരക്കിനിടയിൽ വിട്ടുപോയാണെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്ക് എന്റെ തിരക്കുകൾക്കിടയിൽ ഞാൻ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി കണക്കവതരിപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിൽ എനിക്കത് കഴിഞ്ഞിട്ടില്ല, ഇത്ര ദിവസം ഞാൻ അവതരിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും. അത് അക്കാര്യത്തിൽ അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം മറന്നുകൂടാ പ്രിയപ്പെട്ട ശ്രീ സേനാപതി വേണു, രാഷ്ട്രീയം എന്ന് നിങ്ങൾ പറയുമ്പോൾ 2006 ഒരു രാഷ്ട്രീയം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. 2006 മാർച്ച് 1 അന്നത്തെ കേരള മന്ത്രിസഭയുടെ, ഉമ്മൻചാണ്ടി നയിക്കുന്ന മന്ത്രിസഭയുടെ അവസാനത്തെ ക്യാബിനറ്റ് യോഗം. 2006 മാർച്ച് 1 രാവിലെ 9:30 ക്യാബിനറ്റ് കൂടുന്നു. ആ ക്യാബിനറ്റ് യോഗത്തിലാണ് ലാവ്ലിൻ കേസിൽ ആ കേസ് CBIക്ക് വിടാൻ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഇന്ന് പ്രതിപക്ഷ നേതാവ് പിന്നെ വിരൽ ചൂണ്ടുന്നത് കണ്ടു, വരാനിരിക്കുന്ന എലക്ഷൻ. ഇത് എലക്ഷൻ പിന്നെ തീരുമാനിക്കുന്ന രാവിലെ മന്ത്രിസഭ ക്യാബിനറ്റ് യോഗം ഈ മാർച്ച് 1 2006 ഉച്ച കഴിഞ്ഞ് 3-3:30 ആയപ്പോഴേക്ക് ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പൊ ഇത് പിന്നെ ഒത്തുകളിയാണ് എന്ന് വേറെ തെളിവൊന്നും വേണ്ട, അതിരിക്കട്ടെ. അവസാനത്തെ ക്യാബിനറ്റ് യോഗവുമായിരുന്നു. എന്നിട്ട് എന്തായി? അന്ന് കേരളത്തിലും കേന്ദ്രത്തിലും നിങ്ങളുടെ സർക്കാരല്ലേ പിണറായി വിജയനെ പ്രതിയാക്കിയില്ലേ? പ്രതിയാക്കിയിട്ട് പ്രത്യേക CBI കോടതി നിങ്ങൾ സ്ഥാപിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ സ്ഥാപിച്ച പ്രത്യേക CBI കോടതി 2013 നവംബർ 5 പുറപ്പെടുവിച്ച ഉത്തരവിൽ എന്താണ് പറയുന്നത്? പിണറായി വിജയൻ ആ കേസിൽ നിന്നേ കുറ്റവിമുക്തനാക്കി. അന്നും കേന്ദ്രത്തിൽ നിങ്ങളുടെ സർക്കാരല്ലേ ഭരിക്കുന്നത്, മൻമോഹൻ സിംഗ് അല്ലേ പ്രധാനമന്ത്രി അല്ലേ? അത് എന്താണ് നിങ്ങളെ കൊണ്ടാകാവുന്നതെല്ലാം നിയമപരമായും നിയമവിരുദ്ധമായും രാഷ്ട്രീയമായും അല്ലാതെയും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് ഈ ഒരു ചർച്ചയുടെ 1 മണിക്കൂർ എനിക്ക് മാത്രം തന്നാലും തീരില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയില്ല. പക്ഷേ വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എല്ലാവരും എല്ലാം മറന്നു പോകുന്നില്ല. കാലത്തിന്റെ മുമ്പിൽ കാലം സാക്ഷി, ചരിത്രം സാക്ഷി നമ്മൾ പറയുമല്ലോ, മുദ്രാവാക്യം ഒരുപാട് വിളിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് മുമ്പിലുണ്ട്. പക്ഷെ ആ നിലയ്ക്കാണോ ഈ കേസ് പോകുന്നത്? ഈ കേസ് അങ്ങനെയല്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലെ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തെളിവിന്റെ ഒരു കഷ്ണം, ഒരു വരി പുറത്ത് വിടൂ. വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് ഇതാ. അന്ന് പിന്നെ ഉപേന്ദ്രവർമ്മയാണല്ലോ വിജിലൻസ് ഡയറക്ടർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. ഈ പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ കൊടുക്കാനായിട്ട് CBIക്ക് വിടാൻ ശ്രമിക്കുമ്പോൾ പ്രതാപനാണ് SP വിജിലൻസിന്റെ അല്ലേ? എന്തായി? ഉപേന്ദ്രവർമ്മയുടെ നിർദ്ദേശം എന്തായിരുന്നു? കേസെടുക്കാൻ ഇതിനകത്തൊന്നുമില്ല. ആ രേഖ ഇപ്പോഴും ഉണ്ട്. താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. എന്നാൽ താങ്കൾ ഈ പറഞ്ഞ ഞാൻ ആദ്യം ചോദിച്ചത് ഇതിനകത്ത് പിന്നെ വിജിലൻസ് ക്ലീൻ ചിറ്റ് കിട്ടിയെന്ന് പറയുന്നത് ഇന്നത്തെ കാര്യം, അത് മാത്രം താങ്കളും തെളിയിച്ചെന്നാൽ ഈ ചർച്ചയിൽ. ശരി, സേനാപതി വേണു, ഞാൻ ആ ചോദ്യം താങ്കളിലേക്ക് കൈമാറുകയാണ്. വി ഡി സതീശൻ ഈ വിഷയത്തിൽ ആവർത്തിച്ചതാണ്, പലതവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസാണ് ഇത് എന്നുള്ളത്. ഒരുപക്ഷെ വി ഡി സതീശന്റെ വാദം കേട്ടിട്ടാകണം ഇന്ന് പ്രതികരിച്ച എല്ലാ കോൺഗ്രസ് നേതാക്കളും ആ വാദം ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വി ഡി സതീശൻ പറയുന്ന നിലയിൽ അങ്ങനെ അന്വേഷിച്ച് തള്ളിയ കേസാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് റിപ്പോർട്ടുണ്ട്, എന്ത് രേഖയുണ്ട്, അതുകൂടി പറയണ്ടേ സേനാപതി വി ഡി സതീശൻ? അങ്ങനെ അന്വേഷിച്ച് തള്ളിയ കേസിലാണ് വീണ്ടും ഇങ്ങനെ ഒരു കോലാഹലം നടക്കുന്നതെങ്കിൽ കോൺഗ്രസിന് തല ഉയർത്തി നിൽക്കാമല്ലോ. അതെ, ഞാൻ അക്ഷിതയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഞാനിപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് ഇപ്പോൾ അയക്കാം, അല്ലെങ്കിൽ ശ്രീ ജയചന്ദ്രൻ സാറിനും അയക്കാം. അതായത് വിജിലൻസിൻ്റെ
ശ്രീ കാർത്തിക് IPS, പോലീസ് ഇൻസ്പെക്ടർ, വിജിലൻസ് ഡയറക്ടറേറ്റ്, അദ്ദേഹത്തിന്റെ എന്നത്തെ ആ ഡേറ്റ് 19/9/2025 അദ്ദേഹം ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി വിജിലൻസ് വകുപ്പിന് കൊടുത്തിരിക്കുന്നത്. മുഴുവൻ വായിക്കുന്നില്ല, അതിന്റെ വാക്ക് വേണമെങ്കിൽ ഞാനത് വായിക്കാം. ഇപ്പോൾ താങ്കൾ എന്റെ വാട്സാപ്പിലേക്ക് അയച്ചു എന്ന് പറയുന്ന ആ റിപ്പോർട്ട് അത് എന്റെ പക്കലുണ്ട്. ശ്രീ സേനാപതി വേണു, ഇതിലെവിടെയാണ് വി ഡി സതീശന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് ഉള്ളത്? ഞാൻ അതാണ് മുൻപ് സൂചിപ്പിച്ചത്. സേനാപതി വേണു, നോക്കൂ, ഇതിൽ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ശ്രീ സേനാപതി വേണു ഉള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഞാൻ മുൻപ് അരുണിനോട് ചോദിച്ചതുപോലെ, വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്നുള്ളതാണ് മറുപടി. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടില്ലല്ലോ. അല്ല അക്ഷിത, ഈ ക്ലീൻ ചിറ്റ് എന്നതുകൊണ്ട് അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. വിജിലൻസിന്റെ ഡയറക്ടർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അകത്ത് വളരെ കൃത്യമായി അഴിമതി നിരോധന നിയമം സെക്ഷൻ 7(7)(a) എന്ന വകുപ്പ് പ്രകാരം കുറ്റങ്ങൾ ശ്രീ വി ഡി സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല. ആയത് സംബന്ധിച്ചുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തിഗത റിപ്പോർട്ട് ഉണ്ടല്ലോ, അങ്ങയുടെ കയ്യിലുണ്ടെന്നല്ലോ, നടപടിക്കായി ഇതോടൊപ്പം അയക്കുന്നു. കൈപ്പറ്റിയ വിവരം അറിയിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത ഈ ക്ലീൻ ചിറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസാണ് എന്ന് വി ഡി സതീശൻ ആവർത്തിക്കുന്നത്? വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. അല്ല അതല്ലേ ഞാൻ പറഞ്ഞത്. വിജിലൻസ് ഈ കേസിനെ കുറിച്ച് ഒരു IPS ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു, ഇല്ലെങ്കിൽ അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച റിപ്പോർട്ട് അത് ഗവൺമെന്റിന് കൊടുക്കുന്നു, ഗവൺമെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. എന്താണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഇതിനകത്തൊരു കുറ്റകൃത്യം നടന്നോ അല്ലെങ്കിൽ അദ്ദേഹം പണം മേടിച്ചതോ ഇല്ല. അത് തന്നെയാണ് അതിൻ്റെ അകത്തെ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ CBI അന്വേഷണമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നെങ്കിൽ ശ്രീ അരുൺകുമാർ അന്വേഷിച്ചോട്ടെ. ആർക്കാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടുള്ളത്? അന്വേഷിക്കട്ടെ. അന്വേഷിച്ചതിന് ശേഷം CBI അവരുടെ റിപ്പോർട്ട് കൊടുക്കട്ടെ. ഞാൻ ആ പോയിന്റിൽ അത് ഇപ്പോൾ താങ്കൾ അത് റൈസ് ചെയ്യുകയും ഇന്ന് വൈകുന്നേരം താങ്കൾ പറഞ്ഞതുപോലെ മാധ്യമങ്ങളടക്കം വി ഡി സതീശന് ക്ലീൻ ചീറ്റ് വിജിലൻസ് നൽകിയിരുന്നു എന്ന നിലയിൽ പ്രചരിപ്പിച്ചത് ഈ റിപ്പോർട്ടാണ്. ഞാൻ അതിൽ അല്പം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ആ ഭാഗത്തിൽ ഒരു മറ്റ് പാനലിസ്റ്റുകളോട് കൂടി അഭിപ്രായം തേടിയ ശേഷം അങ്ങയിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഈ റിപ്പോർട്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ എന്നുള്ളതായിരിക്കണം ആ ചോദ്യം. ചോദ്യം കയ്യിലില്ല, ഉത്തരം മാത്രമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല, വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടൊരു 4 ഉത്തരം കൂടി ഉണ്ട്. അതിലാണ് 4ാമത്തെ പോയിന്റിലാണ് ഇപ്പോൾ സേനാപതി പറഞ്ഞതുപോലെ അഴിമതി നിരോധന നിയമപ്രകാരം 7(7)(a) എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ വി ഡി സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നത് ആ റിപ്പോർട്ടിൽ പറയുന്നു എന്നിപ്പോൾ സേനാപതി വേണു വായിച്ചത്. അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം വി ഡി സതീശൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിജിലൻസ് പറഞ്ഞു എന്നത് ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ വാദിക്കുന്നത്. അത് എത്ര കണ്ട് നിലനിൽക്കുന്ന വാദമാണ്? പക്ഷേ ഇതിലെ ഈ ഒരു ക്രിമിനൽ കേസിനെ ഓരോ ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വായിച്ച ഈ റിപ്പോർട്ടും കാര്യങ്ങളുമെല്ലാം. ഇവിടെ ആദ്യം സൂചിപ്പിച്ചല്ലോ, മന്ത്രിസഭാ യോഗം ചേർന്ന് ഉച്ച കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ അന്ന് രാവിലെ മന്ത്രിസഭാ യോഗം ചേർന്ന് ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അത് CBIക്ക് കൈമാറാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് അതേ മുഖ്യമന്ത്രി തന്നെ പറയുന്നു, ഞാൻ മനസ്സില്ലാ മനസ്സോടെ പലരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ലാവ്ലിൻ കേസ് ഞാൻ CBIക്ക് വിട്ടത് എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുന്ന ആ പഴയ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഏപ്രിൽ മാസം 30-ാം തീയതി വിജിലൻസിൻ്റെ റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിക്കുകയാണ്, ഇതിൽ ഇന്ന ഭാഗം അന്വേഷിക്കാൻ വിജിലൻസിന് അധികാരമില്ല, അതുകൊണ്ട് അത് CBI അന്വേഷിക്കണമെന്ന് റെഫർ ചെയ്യുന്നു. മറ്റു കാര്യങ്ങളിൽ വിജിലൻസ് അതുവരെ നടത്തിയ പ്രാഥമിക എൻക്വയറിയാണ്, കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണമല്ല, ആ പ്രാഥമിക എൻക്വയറിയാണ്. ആ പ്രാഥമിക എൻക്വയറിയിൽ തന്നെ പല സ്പഷ്ടീകരണങ്ങൾ ചോദിക്കുന്നു. ഇപ്പോൾ ഒരു വിഷയത്തിൽ 2 എൻക്വയറി നടക്കില്ലല്ലോ. ഇപ്പം എന്താ കോൺഗ്രസ് നേതാക്കന്മാരും ബഹുമാനപ്പെട്ട സേനാപതി വേണുവും പറയുന്നത് എന്താ? ആദ്യത്തെ റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ, അത് ഏപ്രിൽ മാസം 30-ാം തീയതി വന്നതിൽ അതിൽ CBI എൻക്വയറി റെഫർ ചെയ്താലും വീണ്ടും അന്വേഷണം നടത്തി റിപ്പോർട്ട് നടത്തി ഞങ്ങൾക്ക് ക്ലീൻ ചിറ്റ് തന്നു എന്നാ പറയണേ. ഒരേ വിഷയത്തിൽ എങ്ങനെയാ 2 അന്വേഷണം വരിക? ഒരേ വിഷയത്തിൽ ഒരു എൻക്വയറി മാത്രമേ നടക്കൂ. ആ എൻക്വയറിക്ക് ഒരു നമ്പർ ഉണ്ടാവും, VE നമ്പർ എന്നാ, വിജിലൻസ് എൻക്വയറി നമ്പർ എന്നാ. ഈ 2 റിപ്പോർട്ടിന്റെയും വിജിലൻസ് എൻക്വയറി നമ്പർ 1 ആൻഡ് സെയിം അല്ലേ? ഒരേ നമ്പർ തന്നെയല്ലേ? ആദ്യം ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു, ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ തുടരെ അന്ന് തന്നെ മന്ത്രിസഭാ യോഗം കൂടി CBIക്ക് റെഫർ ചെയ്യാമായിരുന്നല്ലോ. അത് UDF ആണെങ്കിൽ ചെയ്തേനെ. ഇത് LDF ആണ്.
LDF പ്രതിപക്ഷ നേതാവിനെ പോലെ ക്യാബിനറ്റ് റാങ്കിലുള്ള കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവിനെതിരെ വന്നിരിക്കുന്ന കൃത്യമായിട്ടുള്ള പരാമർശ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പഠിക്കുന്നു, കൃത്യമായി തന്നെ അതിൽ സബ് ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നു, വീണ്ടും അതിൽ സ്പഷ്ടീകരണം ആവശ്യപ്പെടുന്നു. ആ സ്പഷ്ടീകരണത്തിലാണ് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ, അതെന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ ക്ലാരിഫിക്കേഷൻ തേടുന്നു. ആ ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞ 19/9 കിട്ടുന്നത്. അതായത് ആദ്യത്തെ വിജിലൻസിന്റെ റിപ്പോർട്ട് 30/4/2025 അത് ഗവൺമെന്റ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു. അതിൽ ചില സ്പഷ്ടീകരണങ്ങൾ ആവശ്യപ്പെടുന്നു. അത് 19/9/2025 കിട്ടുന്നു. ആ സ്പഷ്ടീകരണം വന്നാലും ഇന്ന പാർട്ട് CBIക്ക് അന്വേഷിക്കാൻ കഴിയൂ. 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള വിദേശ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി FCRA നിയമങ്ങൾക്ക് വിരുദ്ധമായി നടന്ന എല്ലാ ട്രാൻസാക്ഷനുകളും അത് ആര് എങ്ങനെ എപ്പോൾ എന്തിന് എപ്പോഴൊക്കെ എന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ അതിന് CBIക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് അത് CBI എൻക്വയറിക്ക് റെഫർ ചെയ്യണം എന്ന് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുന്നു. ബാക്കി കാര്യങ്ങളിൽ വിജിലൻസ് നടത്തിയ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ചോദിച്ച സ്പഷ്ടീകരണത്തിന് മറുപടി കൊടുക്കുന്നു. ആ മറുപടി വെച്ചിട്ട് എനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടി എന്നാണ് പറയുന്നതെങ്കിൽ എങ്ങനെ ക്ലീൻ ചിറ്റ്, എന്ത് വാചകത്തിലാണ് ക്ലീൻ ചിറ്റ് കിട്ടിയേ? അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പണം വന്നു എന്ന് ആരെങ്കിലും ആരോപിക്കുന്നുണ്ടോ? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം കറപ്ഷൻ നടന്നു എന്ന് ആരെങ്കിലും ആരോപിക്കുന്നുണ്ടോ? മറിച്ച് ഇവിടെ ചോദിക്കുന്ന ചോദ്യം, വിദേശത്ത് അനുവാദമില്ലാതെ, സ്പീക്കറുടെ അനുവാദമില്ലാതെ പോയി, കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ പോയി, നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു, ആ പണം കിട്ടി, അത്തരത്തിൽ വലിയ തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ട് നിയമസഭയെ വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. 1 രൂപ പോലും ഞാൻ പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. 1 രൂപ പോലും പണത്തിന് വേണ്ടി ഞാൻ വിദേശത്ത് പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി പറയുന്നു, ദേ എനിക്ക് തിരുവനന്തപുരത്ത് സ്വദേശിയായ വിദേശത്ത് സ്ഥിരതാമസമുള്ള ഇന്ന ലേഡി വന്ന് ഇന്ന രൂപത്തിൽ ചെക്ക് വിതരണം ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇന്ന ചടങ്ങ് വെച്ച് നടത്തി എന്ന് പറയുന്നു. ഞാൻ 280ഓളം വീടുകൾ നിർമ്മിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഇതുവരെ 83 വീടുകൾ നിർമ്മിച്ച വിവരമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ചെറിയ കാര്യത്തിന് പോലും രാവിലെ ഒരു ചായക്കടയിൽ സേനാപതി നോക്കൂ, ഈ വിഷയത്തിലെ പരാതിക്കാരൻ ഇന്ന് ചില മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയായിരുന്നു. അദ്ദേഹം പോലും വളരെ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന പോയിന്റിൽ ഉറച്ചു നിൽക്കുന്നത് ഈ നിയമലംഘനം നടത്തി എന്നുള്ളതാണ്. അതായത് VD സതീശൻ അനുമതി ഇല്ലാതെ വിദേശത്ത് മറ്റ് ചില കാര്യങ്ങൾ ബോധിപ്പിച്ച് വിദേശത്ത് പോകുകയും അവിടെ പണപ്പിരിവ് നടത്തി എന്നതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം തന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അരുൺ വിശദീകരിച്ചതുപോലെ ഇപ്പോൾ നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന ഈ വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള മറുപടി ഏതാണ്ട് വിജിലൻസ് VD സതീശന് നൽകിയ റിപ്പോർട്ട് പോലെയാണല്ലോ സേനാപതി. അവിടെയാണ് പ്രശ്നം. അല്ല, വിജിലൻസ് VD സതീശന് നൽകിയ റിപ്പോർട്ടല്ല. വിജിലൻസ് ഗവൺമെന്റിന്റെ അണ്ടർ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ്. ഈ അരുൺ ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരവ് ഇതിന്റെ അകത്ത് 3ാമത്തേതിലുണ്ടല്ലോ. പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ്. VD സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൽ അവർക്ക് വിവരം കിട്ടിയിട്ടില്ല. അവരന്വേഷിച്ചു, അതിന്റെ റിപ്പോർട്ട് കൊടുത്തു. ഇനി ക്ലീൻ ചിറ്റ് എന്നുള്ളത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്ലീൻ ചിറ്റ് എന്ന പദം എഴുതിയ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇനി ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ CBI അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? CBI അന്വേഷിക്കട്ടെ. ഇനി CBI കൂട്ടിലടച്ച തത്തയാണെന്ന് നമുക്ക് അഭിപ്രായം. ഇന്നിപ്പം സഖാവ് MA ബേബിയുടെ ഒരു പ്രസ്താവന, അത് സാഹചര്യം നോക്കിയാണ് CBIയെ ഞങ്ങൾ വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ കേസെടുക്കുമ്പോൾ നല്ല CBIയും CPMന്റെ നേതാക്കൾക്കെതിരെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ മോശം CBIയും ആകുന്നു. SNC ലാവലിൻ കേസിനെ കുറിച്ച് അങ്ങ് പറഞ്ഞത് അത് ഏതായാലും വളരെ കൃത്യമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് SNC ലാവലിൻ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നത്? ആ കേസിൽ CBI എന്തുകൊണ്ടാണ് റിവ്യൂ പെറ്റീഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്, അപ്പീൽ കൊടുത്തിരിക്കുന്നത്? അതെല്ലാം ആ കേസ് എത്ര പ്രാവശ്യം മാറ്റി, അതെല്ലാം പൊതുസമൂഹത്തിൽ ഇവിടെ ചർച്ചയിൽ നിൽക്കുന്ന കാര്യങ്ങളുള്ളൂ. ഏതായാലും ലാവലിൻ കേസ് സമ്പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. ഈ 3 പ്രതികളെ കുറ്റവിമുക്തരാക്കിയതുപോലെ ഞങ്ങളെയും കുറ്റവിമുക്തരാക്കണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള പ്രതികൾ കൊടുത്തിരിക്കുന്നു. ഇനി ക്ലോസ് ട്രെൻഡൽ എന്ന് പറയുന്ന SNC ലാവലിന്റെ ഒരാളുണ്ട്, സമൻസ് പോലും ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല. അവരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയും അന്വേഷണം വരുമല്ലോ. 35 കൊല്ലം കഴിഞ്ഞപ്പോഴാണല്ലോ എന്താ പറഞ്ഞ സായിപ്പിന്റെ അണ്ടർവെയർ മോഷിച്ച കേസ് അതിന്റെ അന്വേഷണം പൂർത്തീകരിച്ച് ഒരു മുൻമന്ത്രി ജയിലിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. അപ്പം ഈ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ട്
നടത്തിയിട്ടുള്ള അഴിമതി അത് വലിയ കൊടിയ അഴിമതിയല്ലേ? കേരളം ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ കേസിന്റെ തന്നെ കാതൽ, ഈ പരാതിയുടെ തന്നെ കാതൽ എന്ന് പറയുന്നത് ചട്ടം ലംഘിച്ച് VD സതീശൻ വിദേശത്ത് നിന്നും അനധികൃതമായി പണപ്പിരിവിന് അത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടില്ല, അത് വസ്തുതയാണ് കേട്ടോ, അദ്ദേഹം കയ്യിൽ വാങ്ങിയിട്ടുമില്ല, ഒരു NGO വഴി മണപ്പാട് ഫൗണ്ടേഷൻ വഴി അത് വാങ്ങുന്നു. അദ്ദേഹം അന്ന് ആഹ്വാനം ചെയ്തത് തന്നെ അങ്ങനെയാണ്, അവർ വഴി ഇത് നൽകാൻ തന്നെയാണ്. അപ്പോൾ അന്ന് VD സതീശൻ വിദേശയാത്ര നടത്തുന്നതിന്റെ കാരണമായി ബോധിപ്പിച്ചതിൽ ഈ കാരണമില്ല. അതാണ് ഇവിടെ മുൻപ് പറഞ്ഞതുപോലെ പ്രളയത്തിന് സംസ്ഥാന സർക്കാരിന് പോലും സ്വീകരിക്കാൻ കഴിയാതിരുന്ന ഫണ്ട് എങ്ങനെയാണ് ഒരു MLA വിദേശത്ത് പോയി ഇങ്ങനെ ഫണ്ട് സ്വരൂപിക്കുന്നത്? അവിടെയാണ് പ്രശ്നം. അതിലെന്താണ് പറയാനുള്ളത്? ഇനി സ്പീക്കർക്ക് വിവരം കൊടുത്തില്ല, സ്പീക്കർക്ക് തെറ്റായ വിവരമാണ് കൊടുത്തത് എങ്കിൽ സ്പീക്കറിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്? 5 കൊല്ലമായിട്ട് ഏതായാലും ഈ സ്പീക്കറും ഈ അധികാരമൊക്കെ ഇരിക്കുകയാണല്ലോ. പ്രളയം 2018 വന്നത്, 18 ശേഷം 18 7 25 7 കൊല്ലക്കാലമായല്ലോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും നടപടി എടുത്തതായിട്ട് അക്ഷിതയ്ക്കോ അതല്ലെങ്കിൽ അരുൺകുമാറിനോ അല്ലെങ്കിൽ ജയചന്ദ്രൻ സാറിനോ അതിനറിവുണ്ടെങ്കിൽ അവർ പറയട്ടെ. ഏതായാലും ഇലക്ഷൻ പ്രഖ്യാപിക്കാനായി ഇനി 10 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസം നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു CBI കേസ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ സൗകര്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, വൈകുന്നേരങ്ങളിൽ ചർച്ച ചെയ്യാം, എന്തോ ഭയങ്കര സംഭവമായിട്ട് വരുന്നു എന്നുള്ള കാര്യം. ഈ ലളിതാകുമാരി വേഴ്സസിന്റെ ഒരു കേസിലാണെങ്കിൽ ഇതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഇനി അതിനൊരു പ്രസക്തി പോലും ഇല്ല. കാരണം ഇറ്റ് വാസ് ഓൾറെഡി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ വിജിലൻസ്. അവർ റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ക്ലീൻ ചിറ്റ് എഴുതിയിട്ടുള്ള റിപ്പോർട്ട് ഇല്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് എങ്കിൽ അതും കൊടുത്തോളൂന്നേ, അതിനൊന്നും പേടിക്കേണ്ട കാര്യം. അന്ന് VD സതീശൻ വിദേശത്ത് പോയി, വിദേശയാത്രയിൽ അദ്ദേഹം എന്താണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞത് എന്നുള്ളതൊന്ന് കേൾക്കാം. അല്ല, അത് ഞാൻ പലവട്ടം നമ്മൾ കേട്ടു. അല്ല, ഞാൻ താങ്കളോടല്ല, ഞാൻ പ്രേക്ഷകരോടാണ് സേനാപതി പറഞ്ഞത്. അതൊന്ന് കേട്ട് വരാം. ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി, ഞാൻ സഹായം മേടിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു മലയാളി വനിതയാണ് തിരുവനന്തപുരത്തുകാരി, അവരാണത് ഹോസ്റ്റ് ചെയ്തത് ആ പരിപാടി. കഴിഞ്ഞ 19 തൊട്ട് ഞാൻ നടക്കുക സാറേ, വീട് വെച്ചത് എന്തായി കാര്യങ്ങൾ എന്തായി എന്ന് ചോദിക്കുമ്പോഴൊക്കെ ഒന്നും ആയില്ല, ഫണ്ടില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു. കൊറോണ കാരണം ഫണ്ടില്ല എന്ന് പറഞ്ഞു. ഞാനും അപ്പോൾ എനിക്കും അതറിയാമല്ലോ, കൊറോണ കാരണം ആരുടെയും കയ്യിൽ പൈസ ഇല്ല എന്ന് ഞാനത് വിശ്വസിച്ച് ഞാനും ഇരുന്നു. ഈ കൊറോണയും കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ വന്നു. സാറിന് അവിടെ ചെന്ന് കാണാൻ ചെല്ലുമ്പോൾ സാർ ഇത് സംസാരിക്കാനുള്ള ഒരു താല്പര്യം സാറ് കാണിക്കുന്നില്ല. അപ്പം 5 വർഷമായി അതിന് വേണ്ടി നടന്നിരുന്നു. ഞാനിപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു സമാധാനം വരുന്ന ഒരു വീട് വേണമല്ലോ, കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഇത്രയും വർഷമായിട്ട് യാതൊരു ഇതുമില്ല. എനിക്കും വയ്യാണ്ട് ഞാൻ തൊഴിലുറപ്പിൽ പോയിരുന്നാണ്, ഇപ്പോൾ അതിനെയും പറ്റുള്ള ചേട്ടന്. ശരി, ഇത് VD സതീശൻ പറഞ്ഞതുപോലെ, ഇപ്പോൾ സേനാപതി പറഞ്ഞതുപോലെ നിരവധി ആളുകൾക്ക് വീട് വെച്ച് നൽകിയെന്ന് പറയുമ്പോൾ ആ വീടിന്റെ ഗുണഭോക്താക്കളാകേണ്ടിയിരുന്ന ആളുകളുടെ പ്രതികരണമാണ് ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ മുൻപ് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ ശ്രമിച്ചത് VD സതീശൻ അന്ന് വിദേശയാത്രയിൽ വിദേശത്ത് പോയി ഈ നിലയിൽ ആളുകളിൽ നിന്നും അല്ല, ഞാൻ വരാം സേനാപതി, ഞാൻ വരാം. അതല്ല ചോദ്യം, അതല്ല ഈ പ്രതികരണമല്ല ഞാൻ കേൾപ്പിക്കാൻ ശ്രമിച്ചതും. അന്ന് പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹം അവിടെ പണപ്പിരിവിന് ആഹ്വാനം ചെയ്യുന്ന ആ ദൃശ്യങ്ങളായിരുന്നു. ശ്രീ M ജയചന്ദ്രൻ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പരാതിക്കാരന്റെ തന്നെ പരാതിക്ക് ആധാരം ഈ പറയുന്ന VD സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ടോ എന്നത് പോലും അല്ല. പകരം അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ നിയമം ലംഘിച്ച് VD സതീശൻ വിദേശത്ത് പോയി ആ പിരിവ് അതിന് ആഹ്വാനം നൽകിയിട്ടുണ്ടോ, അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടോ, അല്പം കൂടി ക്ലാരിറ്റിയോട് പറഞ്ഞാൽ ഒരു ഇടനില നിന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരിടത്തു നിന്ന് പണം വന്നിട്ടുണ്ട്, മറ്റൊരിടത്തേക്ക് എത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതിന് VD സതീശൻ ഇടനില നിന്നിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ആ വിഷയത്തിലാണ് മുൻപ് അരുൺ പറഞ്ഞതുപോലെ കൂടുതൽ അന്വേഷണം വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് അല്പം മുമ്പ് സേനാപതി വിശദീകരിച്ച ചോദ്യങ്ങളുടെ ഉത്തരവ് വന്നത്, ശ്രീ M ജയചന്ദ്രൻ. അപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ സേനാപതി പറയുന്നതുപോലെ സ്പീക്കറുടെ അനുമതി ഇല്ലെങ്കിൽ അന്വേഷിക്കാമല്ലോ, നടപടിയെടുക്കാമല്ലോ, CBI വരാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒഴുക്കൻ മട്ടിലങ്ങ് പറഞ്ഞു പോകുക എന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയല്ല. കുറച്ചുകൂടെ ഈ കൃത്യതയോട് പറഞ്ഞാൽ ചാരിറ്റിയുടെ മറവിൽ പ്രവാസി സുഹൃത്തുക്കളുടെ പണം മണി ലോണ്ടറിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു സംശയം, അത്തരത്തിലുള്ള പ്രബലമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ആഴത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യം. ആ നിലയ്ക്കാണ് ബന്ധപ്പെട്ട ഗവൺമെന്റ് ഏജൻസികൾ അതിനെ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്. രണ്ടാമത്, അതിന്റെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് പറയേണ്ടതുണ്ട് അസുഖ. ഈ നമ്മൾ ലാവലിൻ കേസ് പറയാൻ ഇടയാവുന്നത് ഇത്തരം കാര്യങ്ങളിൽ
ആൾക്കാര്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വക്താക്കൾ ആവർത്തിച്ച് പറയുന്നതാണ്. പക്ഷേ സേനാപതി വേണുവിനെ പോലുള്ള ആൾക്കാർ കുറച്ചുകൂടെ മാന്യതയും സംസ്കാരവും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ ദീർഘകാലമായ ചർച്ചയിൽ പങ്കെടുക്കുന്നതോടെ മനസ്സിലാക്കുന്ന ആൾക്കാർ ഇത് ആവർത്തിക്കുമ്പോൾ കഷ്ടം തോന്നും. കാരണം ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്താ, ഇപ്പോഴും 42 പ്രാവശ്യമായി സുപ്രീം കോടതി കിടക്കുന്നു. താങ്കൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ഞാൻ പറഞ്ഞല്ലോ, 2013 നവംബർ 5 പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയല്ലോ CBI സ്പെഷ്യൽ കോടതി. അന്ന് BJP-ക്കാര് നാടിനെ പ്രചരിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇത് കോൺഗ്രസും പിന്നെ CPM-ഉം തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണത്രേ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയത്. അത് കഴിഞ്ഞ് CBI തന്നെ ഹൈക്കോടതി പോയല്ലോ, കേരള ഹൈക്കോടതി വലിച്ചെറിഞ്ഞില്ലേ ആ കേസ്, സ്പെഷ്യൽ കോടതിയുടെ ഉത്തരവ് ശരിവെച്ചുകൊണ്ട്. അതിനുശേഷം നിവൃത്തിയില്ല, മുഖം രക്ഷിക്കാനായി സുപ്രീം കോടതിയിൽ പോയി. ഇതല്ലേ വസ്തുത? ഇപ്പൊ പറയുന്നത് എന്താ, നിങ്ങളെ പോലുള്ള അന്ന് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിനെ CPM-നാണ് കുറ്റം പറഞ്ഞെങ്കിൽ ഇന്ന് BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാരയാണ് ഈ പ്രശ്നത്തിന് അടിത്തറയായി നിൽക്കുന്നത് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസുകാർ തന്നെ പറഞ്ഞു നടക്കുമ്പോൾ നമ്മള് ഇത് എന്തൊരു പിന്നെ ഈ ബോധത്തിന്റെ ആ ഒരു രൂപം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ മാറ്റി തീർക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുന്നത് തന്നെയാണ്. അന്ന് ഇതെല്ലാം ശരിയായിരുന്നു, ഇന്ന് ഇതെല്ലാം പെട്ടെന്ന് തെറ്റാവുകയാണ്. നിങ്ങൾക്ക് പറയാം, അതിനുള്ള അവകാശമൊന്നും ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ പിന്നെ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നതെന്ന് ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് പറയുമ്പോൾ അതിന് കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പിന്നെ താങ്കളടക്കമുള്ളവർക്ക് കുരുക്കായി മാറും എന്ന് മാത്രമേ ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും അത് നിർത്തുന്നതാണ്, ഈ അനാവശ്യമായ ഇത്തരം ഭാഷണങ്ങൾ നിർത്തുന്നതാണ് ബന്ധപ്പെട്ട എല്ലാവർക്കും നന്നാവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊന്ന്, ഈ പറയുന്ന താങ്കൾ പറഞ്ഞല്ലോ എന്താണ് ക്ലീൻ ചിറ്റ് എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. ക്ലീൻ ചിറ്റ് മറ്റൊന്നുമല്ല, ഈ രാവ്യൻ കേസിൽ 2013 നവംബർ 5 പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കി കേസിൽ നിന്ന്. അതുപോലുള്ള കുറ്റവിമുക്തി പ്രതിപക്ഷ നേതാവ് VD സതീശന് ഉണ്ടോ? അതാണ് ക്ലീൻ ചിറ്റ്. അത് മാത്രമാണ് ക്ലീൻ ചിറ്റ്. അങ്ങനെ കുറ്റവിമുക്തി ഉണ്ടോ? ആ കുറ്റവിമുക്തി ഇല്ലാനുള്ള തെളിവാണല്ലോ ഈ റിപ്പോർട്ടിൽ താങ്കൾ തന്നെ ആവർത്തിച്ച് വായിച്ചല്ലോ. പിന്നെ ഇത് എന്താണ്, പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ് കേട്ടോ, മുഖേന, ത്രൂ ആണല്ലോ എൻ്റെ അർത്ഥം, മുഖേന. അപ്പം ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അണ്ടർസ്റ്റുഡായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അടുത്ത ലൈൻ എന്താണ്, ശ്രീ VD സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ല. അപ്പോ പിന്നെ അവർ മുഖേനയാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അസുഖ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്, ഇതിൻ്റെ അകത്തൊരു മണി ലോണ്ടറിങ് കേസ് വന്നിട്ടുണ്ടോ എന്നുള്ള സംശയം പ്രബലമായി വരുന്നുണ്ട് പല ഘട്ടങ്ങളിൽ. അത് വിശദമായ അന്വേഷണത്തിൽ പിന്നീട് വരേണ്ടതാണ്. അത് വരുമോ എന്നുള്ളതൊക്കെ ഫ്യൂച്ചർ കോഴ്സാണ്, വരുമോ അന്നേരം നോക്കാന്നുള്ളത്. പക്ഷേ അനാവശ്യമായ ഒരു പിന്നെ രാഷ്ട്രീയ പ്രചാരണമാണ് ഇക്കാര്യത്തിൽ LDF ഗവൺമെന്റ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ അതിലാണ് പരാതി കൊടുത്തതെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവേണ്ടേ പ്രിയപ്പെട്ട പിന്നെ സേനാപതി വേണു. ആരാണ്? യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പ്രസാദേന്ദ്രൻ ഉണ്ടല്ലോ, പിന്നെ കാതിക്കുടം ആക്ഷൻ കമ്മിറ്റിയുടെ ജെയ്സൺ പാണ്ടിക്കുളങ്ങര ഉണ്ടല്ലോ, ഇവരൊക്കെ മാർക്സിസ്റ്റുകാരാണ്. അതെന്താണ് അങ്ങനെ പറയുന്നത് താങ്കൾ? അപ്പൊ ഈ പരാതിക്കാർ എന്തുകൊണ്ടാണ് പരാതിപ്പെട്ടതെന്നുള്ളത് അവർ പലവട്ടം വിശദീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പിന്നെ അക്കാര്യത്തിൽ അരുൺകുമാറിന് കൂടുതൽ പറയാൻ ഉണ്ടാവും. കേസിന്റെ ഒരു കേസിൽ താങ്കൾക്ക് വക്കാലത്തുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്ക് അത് കൂടുതൽ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു അരുൺ. അത് പറയണം കേട്ടോ, അത് പറയണം. കാരണം ഇങ്ങനെ അനാവശ്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരോ ചെയ്തു കൊടുത്തത്, CPM-ന്റെ AK സെന്ററിൽ നിന്ന് ആരോ പരാതിപ്പെട്ടു എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസിന്റെ നേതാക്കളുടെ ഇന്നത്തെ വർത്തമാനം കേട്ടാൽ തോന്നുക. പ്രിയപ്പെട്ട ശ്രീ സേനാപതി ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ധ്വനി വരുന്നത് ഇത് ഏതോ താല്പര്യത്തിന് വേണ്ടി CPM ഏർപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെന്റ് ഏർപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു നടപടി പോലെ കേൾവിക്കൊണ്ട് തോന്നും, പ്രേക്ഷകർക്ക് തെറ്റായി തോന്നിപ്പിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത് ശ്രീ അരുൺകുമാർ പറയാൻ കഴിയും എന്നുള്ളത് കൊണ്ട്.
ഓക്കെ ഞാൻ അരുൺ ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് ഞാൻ അല്പം മുമ്പ് മറ്റൊരു പ്രതികരണമാണ് കേൾപ്പിക്കാൻ ശ്രമിച്ചതെങ്കിലും അതിൽ നമ്മൾ കേട്ട ചില വാചകങ്ങൾ കൂടിയുണ്ട്. അവിടെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ആളുകൾ അവർ കാത്തിരുന്നിട്ടും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നതാണ്. വി ഡി സതീശൻ പറഞ്ഞതുപോലെ സേനാപതി തുടക്കത്തിൽ ആവർത്തിച്ചതുപോലെ പറഞ്ഞത് 300ഓളം കണക്കുകളുടെ വീടൊക്കെ എത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ സേനാപതി. അപ്പോൾ അതിൽ പുനർജനി വഴി നൽകിയ വീടുകൾ എത്ര എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യമാണ്. കൊടുത്ത വീടുകളിൽ തന്നെ പലതും പല സന്നദ്ധ സംഘടനകളുടെ അവരുടെ ഫണ്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത വീടുകളാണ്. പിന്നീട് ഏതൊക്കെയോ ഘട്ടത്തിൽ KPCC വെച്ച് നൽകിയ വീടുകൾ പോലും പുനർജനിയുടെ ബ്രാഞ്ചിങ്ങിൽ വന്നു എന്നൊക്കെ കേൾക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അവിടുത്തെ ആളുകൾ പറയുകയാണ് സേനാപതി വേണു. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നിലയിൽ പിരിച്ചു കൊണ്ടുവന്ന പണം മുഴുവൻ ഇവിടെ ആളുകൾക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യരൊക്കെ അപ്പോൾ പറയുന്നത് എന്താണ്? അല്ല, ഈ സർക്കാർ ഏതെങ്കിലും തുക ശ്രീ വി ഡി സതീശനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഇത്രയും വീട് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുത്ത തുകയല്ലല്ലോ. ഏതെങ്കിലും ഉദാരമതികളുടെ കയ്യിൽ നിന്ന് സംഭാവനയായിട്ട് ലഭിക്കുന്ന തുക, അത് പുനർജനി എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ പേരിൽ ആളുകൾക്ക് വീട് കൊടുക്കുന്നു. അത് ഇപ്പോൾ ചിലപ്പം 500 എണ്ണമാണ് ലക്ഷ്യം ഉദ്ദേശിച്ചതെങ്കിൽ അത്രയും കിട്ടിക്കാണത്തില്ല. ഏതായാലും 87 വീടിന്റെ കാര്യം ശ്രീ അരുൺകുമാർ ഇവിടെ സൂചിപ്പിക്കുന്നുള്ള അത്രയും ആളുകൾക്കെങ്കിലും വീട് കിട്ടി. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നല്ലോ 2018 മുതൽ. ആ ഭരണകൂടത്തിന് ഒരു ഉത്തരവാദിത്വമില്ല. ഇനിയിപ്പോ MLA വിചാരിച്ചിട്ട് പുനർജനിയിൽ വീട് കിട്ടിയില്ല, അവർക്ക് വീട് കൊടുക്കാനായിട്ട് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് നമുക്ക് വരാം. ആ ആളുകളെ സേനാപതി അത്ര വിഷയം അങ്ങനെ പറയരുത്. ഭരണകൂടത്തിന് ഉത്തരവാദിത്തം ഇല്ലായിരുന്നെങ്കിൽ ഇന്നും വയനാട്ടിലെ എത്രയോ ജനങ്ങൾ നിങ്ങളുടെ വാക്ക് കാത്തിരുന്നേനെ. അവരുടെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ലൈഫിൽ നൽകിയ വീടുകൾ പുനർജനിയിൽ ബ്രാഞ്ചിങ് നടത്തിയിട്ടുണ്ട്. ലൈഫിൽ നൽകിയ വീടുകൾ പുനർജനി എന്ന ബ്രാഞ്ചിങ് നടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതൊന്നുമല്ല. ആ ഏരിയയിലുള്ള ആ മനുഷ്യരോട് പോയി പുനർജനിയിൽ നിങ്ങൾക്ക് വീട് ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് തന്നെയാണ്. അല്ല, ഇതിൽ പല ആളുകളോടും ശ്രീ സേനാപതി, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ പല ആളുകളോടും നിങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ വീട് വെച്ച് നൽകാമെന്ന് പറയുന്നു. അങ്ങനെ അവർ ഭൂമി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമി പുനർജനിയുടെ പേരിലേക്ക്, ആ ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റപ്പെട്ട ഭൂമികളുണ്ട്. അവിടെ പോലും വീട് വെച്ച് നൽകിയിട്ടില്ല. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം MLA ഇല്ലേ? MLA പറയണ്ടേ? എന്റെ ചോദ്യം, ആ ഭൂമിയിലുള്ള ഇവരുടെ എന്തെങ്കിലും അവകാശം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി പുനർജനിക്ക് ഉണ്ടായിരുന്ന ഫണ്ടിൽ പുനർജനി വീട് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രളയത്തിൽ ദുരന്തമുണ്ടായവരെ സഹായിക്കാൻ ബാധ്യസ്ഥമായ ഒരു ഗവൺമെന്റ് ലോകം മുഴുവൻ നടന്ന് പിരിച്ചല്ലോ. ഇല്ലെങ്കിൽ ആ വാദം നിലനിൽക്കുന്നതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും അറിയാം. സർക്കാർ അത് ചെയ്തിട്ടില്ലെങ്കിൽ സേനാപതി നോക്കൂ, ഞാൻ ഒറ്റൊരു ഉദാഹരണം പറയാം. ഇവിടെ അതിദാരിദ്ര്യമുക്തമാക്കി സംസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒന്നാകെ നാട് നീളെ ഇറങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? അതാ ഇവിടെ ഇപ്പോഴും ഇങ്ങനെ മനുഷ്യരുണ്ട് എന്ന് കണ്ടുപിടിക്കാനായി ഇറങ്ങിയില്ലേ? അപ്പോൾ ആ മാത്രയിൽ ആ നിലയിൽ പ്രളയത്തിലോ അല്ലെങ്കിൽ വയനാട് ദുരിതബാധിതർക്കോ ഒക്കെ സർക്കാരിന്റെ ആനുകൂല്യത്തിൽ അവർ വന്നിട്ടില്ല, അതിന് പുറത്താണ് എങ്കിൽ അത് നിങ്ങൾ കണ്ടെത്തുമായിരുന്നു. അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. ഞാനിപ്പോൾ ഇവിടെ കേൾപ്പിച്ച പ്രതികരണം ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി പറയാം. ഇന്നിപ്പോൾ CBI അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന ഘട്ടത്തിലല്ല കൈരളി ഈ വാർത്ത ആദ്യമായി ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ വന്ന പ്രതികരണങ്ങളിൽ പലതും ഞങ്ങൾ കാലാകാലങ്ങളായി നിരന്തരം ഈ പുനർജനി വിഷയത്തിലെ എന്തായി ആ വീടുകളുടെ സ്ഥിതി എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പല ഘട്ടങ്ങളിൽ വന്ന പ്രതികരണങ്ങളുണ്ട്, പല ആളുകൾ പറഞ്ഞതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താങ്കൾ എത്ര ലളിതമായാണ് പറഞ്ഞത്, ഏറ്റെടുത്ത ഭൂമി അവർക്ക് നഷ്ടമായിട്ടില്ലല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തിനാണെന്നേ ഏറ്റെടുക്കാൻ അവരെ കൊണ്ട് നിർബന്ധിപ്പിക്കുകയും ആ ഭൂമി ട്രസ്റ്റിന്റെ പേരിൽ എഴുതി വെക്കുകയും ചെയ്തത്? ഇതൊന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നല്ലോ, സർക്കാർ വീട് നൽകുമായിരുന്നല്ലോ. അതാണ് പലരും ചെയ്തത്. ചെയ്യാതിരുന്നാൽ മതി. ഇവിടെ അരുൺകുമാറും അങ്ങ് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, 87 ആളുകൾക്ക് വീട് കിട്ടിയെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. 87 ആളുകൾ വീട് നഷ്ടപ്പെട്ടു. ബാക്കി ആളുകളുടെ അരുൺകുമാർ പറഞ്ഞതാണോ സേനാപതി ഇപ്പോൾ പറയുന്ന 89 വീട്? അതാ സേനാപതി ഞാൻ ഈ കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോ എനിക്ക് കിട്ടിയ വിവരം 280 വീടുകൾ പൂർത്തീകരിച്ച് നൽകി. അതില് ഇപ്പോൾ സേനാപതി അരുൺ പറഞ്ഞതിന് വഴങ്ങിയത് എന്തിനാണ്? എങ്ങനെ അങ്ങനെ 200 സംതിങ് വീട് എന്ന് സേനാപതി അന്വേഷിച്ച് ചർച്ചയുടെ മുൻപ് അന്വേഷിച്ച് കാണുമല്ലോ. അതിന് ഉറപ്പുണ്ടെങ്കിൽ അല്ല, ക്ഷമിക്കണം, എന്റെ അതിന്റെ ലിസ്റ്റ് ഇല്ല, അവരുടെ പേരില്ല. ഞാൻ അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ്. ഒന്നുമില്ല. അല്ല, എനിക്ക് ലഭിച്ച വിവരം അനുസരിച്ച് 280 വീടുകൾ കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അരുൺ പറയുന്നു 87 വീടാണ് കൊടുത്തതെങ്കിൽ ഞാൻ അതും സ്വീകരിക്കുന്നു. 87 കൊടുത്തല്ലോ. 87 പ്രതിപക്ഷ നേതാവ് പിരിച്ച പണത്തിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് സേനാപതി പറയുന്നതെന്ന് ഓർക്കണം. അരുൺ പറയൂ. എങ്ങനെ
അരുൺ അല്ല പറയാം. ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. അല്ല ഇതിലെ ഒറ്റ മിനിറ്റ് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ അദ്ദേഹം വീണ്ടും പറയുകയാണ് 87 വീടെന്ന് അരുൺകുമാർ അംഗീകരിച്ചു. ഞാൻ പറഞ്ഞത് ഈ VD സതീശന്റെ ഫേസ്ബുക്കിൽ തന്നെ അദ്ദേഹം കടയിൽ പോയി ചായ കുടിച്ചാൽ അതിന്റെ ചിത്രം വരെ വാർത്തയായിട്ട് വരുന്നതാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതും പങ്കെടുത്തതുമായിട്ടുള്ള മുഴുവൻ വീടുകൾ കണക്ക് കൂട്ടിയാൽ പോലും അത് 86-ൽ അധികമില്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. അതിൽ റോട്ടറി ക്ലബ്ബ്, ആസ്റ്റർ മെഡിസിറ്റി, സായി ഗ്രാമം ട്രസ്റ്റ്, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, കൊച്ചിൻ ജോഷ്വ ജനറേഷൻ മിനിസ്ട്രീരിയസ്, യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ സംഘടന, ലക്ഷ്യ ഗ്രൂപ്പ്, താനിയത്ത് ട്രസ്റ്റ്, ജോയ് ആലുക്കാസ് ഗ്രൂപ്പ്, കൊച്ചിൻ കാർഡിയോളജി ഫോറം, OICC, മസ്കറ്റ് മോഡുലാർ ഹോപ്സ്, സൗമിനി ജെയിൻ, വർഗീസ് കുര്യാക്കോസ്, ഇങ്ങനെ നിരവധി സംഘടനകളും വ്യക്തികളും എല്ലാം പണിത വീട്. ആ പണിത വീട് ഉദ്ഘാടന ചടങ്ങിൽ VD സതീശൻ പങ്കെടുത്താൽ, അല്ലെങ്കിൽ ആ വീടിന്റെ സമീപത്തുകൂടി VD സതീശൻ കടന്നു പോയാൽ അദ്ദേഹം അതിന്റെ ഫോട്ടോയും ചിത്രവും വാർത്തയും വെച്ച് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റിൽ ഇടും. ആ പോസ്റ്റ് കണക്ക് കൂട്ടിയാൽ മൊത്തം കണക്ക് കൂട്ടിയാൽ, ഇതുവരെയുള്ളത് മുഴുവൻ കണക്ക് കൂട്ടിയാൽ ആകെ വരുന്നത് 86 മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആകെ 86 ഇതൊന്നും ഈ പുനർജനി പദ്ധതി വഴിയല്ല, ഇത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ട്രസ്റ്റ് വഴിയല്ല, മണപ്പാട്ട് ഫൗണ്ടേഷൻ വഴിയല്ല. ഞാൻ വായിച്ചത് ഇത്രയും റോട്ടറി ക്ലബ്ബ് അടക്കം, പ്രധാനപ്പെട്ട സായി ഗ്രാമ ട്രസ്റ്റ് അടക്കം, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എല്ലാം ഇതുപോലെ വീട് വെച്ച് കൊടുക്കുന്ന മറ്റ് ഏജൻസിയാണ്. ഇത്തരത്തിൽ എല്ലാവരും ചെയ്തത് കണക്കൂട്ടിയാൽ പോലും ഇത്രയേ ഉള്ളൂ. അതൊന്നും പുനർജനിയിലല്ല എന്നതാണ് ഒന്നാമത്തെ എൻ്റെ വാദം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ആങ്കർ തന്നെ പറഞ്ഞു ഒരു വീഡിയോ കാണിക്കുന്ന കാര്യം. അത് മിക്കവാറും ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം വിദേശത്ത് പോയി UAE-യിൽ പോയി നടത്തിയ പ്രസംഗം, UK-യിൽ പോയി നടത്തിയ പ്രസംഗമായിരിക്കും. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഞാൻ ഈ വകുപ്പ് വായിക്കാം. അതായത് നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷൻ 3 ക്ലോസ് 2 ക്ലോസ് A, no person resident in India and no citizen of India resident outside India shall accept any foreign contribution or acquire or agree to acquire any currency from foreign source on behalf of any political party or any person referred to the subsection എന്ന് പറഞ്ഞ് ഏജൻസി സംഘടനയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ accept or agree to acquire or acquire ആണ്. അതായത് അവിടെ നടത്തിയ പ്രസംഗവും അതിൻ്റെ ഭാഗമായിട്ട് വാഗ്ദാനം പറയുന്നതും അതുപോലെ വാഗ്ദാനം സ്വീകരിക്കുന്നതും ഓഫർ സ്വീകരിക്കുന്നതും എല്ലാം ഈ നിയമപ്രകാരം ഒഫൻസാണ്. ഇത് അന്വേഷിക്കാൻ CBIക്ക് മാത്രമേ പറ്റൂ. കാരണം മറ്റെല്ലാം അനുബന്ധ ഇൻവെസ്റ്റിഗേഷനൊക്കെ നമ്മൾ പല കേസിലും കണ്ടിട്ടുണ്ടല്ലോ. ഇത് അന്വേഷിക്കണമെന്ന് പറയുമ്പോഴാണ് പറയുന്നത് എനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയെന്ന്. CBI മാത്രം അന്വേഷിക്കാൻ ശേഷിയുള്ള ഒരു ഒഫൻസിൽ എങ്ങനെയാണ് മറ്റൊരു സ്റ്റേറ്റ് ഏജൻസിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയുക? അങ്ങനെ ക്ലീൻ ചിറ്റ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് VD സതീശൻ പുറത്ത് കാണിക്കാൻ കഴിയാത്തത്, പുറത്ത് വിടാത്തത്? അതുകൊണ്ട് കിട്ടിയ റിപ്പോർട്ടിന്മേൽ ചില സ്പഷ്ടീകരണം, ക്ലാരിഫിക്കേഷൻ മാത്രമാണ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്. അത് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു വ്യക്തി എന്ന രൂപത്തിൽ, ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന വ്യക്തി എന്ന രൂപത്തിൽ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ എനിമിറ്റി കാണിച്ചിട്ടില്ല. മറിച്ച് നിയമപരമായി ചെയ്യേണ്ട എല്ലാ നടപടിക്രമങ്ങളും കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് CBI അന്വേഷിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇവിടെ സൂചിപ്പിച്ചല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ലാസ്റ്റ് മന്ത്രിസഭാ യോഗം വരെ ഏതായാലും കാത്തിരുന്നില്ലല്ലോ. എല്ലാ നിയമപരമായിട്ടുള്ള പ്രക്രിയയും പൂർത്തീകരിച്ചുകൊണ്ട് അത് ഗവൺമെന്റ് അത് പരിഗണിക്കുകയാണ്. അത് പരിഗണിക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തിനാ ബേജാറാകുന്നത്? നിങ്ങൾ പിരിച്ചിട്ടുണ്ടോ പണം? കണക്ക് പുറത്തുവിട്ടോ. നിങ്ങൾ വഴിയല്ല, ഇവിടെ പറഞ്ഞ ഫൗണ്ടേഷൻ, മണപ്പാട്ട് ഫൗണ്ടേഷൻ വഴിയാണോ പണം വന്നിരിക്കുന്നത്? എത്ര വന്നു? ആരൊക്കെ തന്നു? കണക്ക് പുറത്തു വരട്ടെ. ഈ 280, 300 എന്നൊക്കെ പറയുമ്പോൾ ആ ലിസ്റ്റ് പുറത്തുവിടാം. എല്ലാം ഈ പറവൂർ നിയോജക മണ്ഡലത്തിൽ തന്നെയല്ലേ ഇന്ന വ്യക്തിക്ക് വീട് കൊടുത്തു അല്ലെങ്കിൽ ഇന്ന പ്രദേശത്ത് വീട് കൊടുത്തു പറയുന്നില്ലല്ലോ. മറിച്ച് ഓരോ വ്യക്തികളും വാഗ്ദാനം കിട്ടിയ ആളുകൾ, സ്ഥലം കൊടുത്ത നിരവധി ആളുകളുണ്ട്. ഇവിടെ ചോദിച്ചല്ലോ എന്തിനാണ് പുനർജനിയുടെ ട്രസ്റ്റിന്റെ പേരിലേക്ക് സ്ഥലം എഴുതി മേടിക്കുന്നത്? അങ്ങനെ സ്ഥലം പല വ്യക്തികളുടെ എഴുതി മേടിച്ചപ്പോൾ ട്രസ്റ്റിന്റെ പേരിലുണ്ട്. ആ സ്ഥലത്ത് വീട് പണിതിട്ടില്ല, പലർക്കും വാഗ്ദാനം ചെയ്തു. അത്തരത്തിൽ ലൈഫ് പദ്ധതിയുടെ വരെ പേര് മാറ്റി അത്തരത്തിൽ നിർമ്മിച്ച വീട് വരെ പുനർജനിയായിട്ട് ചിത്രീകരിക്കുകയാണ്. അതുകൊണ്ട് 85 പോട്ടെ, 280 പറഞ്ഞു, 85 പോട്ടെ. നിങ്ങൾ നിർമ്മിച്ച ഏതെങ്കിലും പുനർജനിയുടെ വീടുണ്ടോ? ആ വീട് ഇന്ന വീടുകളാണ്, ഇന്ന പഞ്ചായത്തിലാണ്, ഇന്ന വില്ലേജിലാണ്
എന്നു പറയുവാനുള്ള ചങ്കൂറ്റമെങ്കിലും കാണിക്കണം. ഇവിടെ പ്രളയകാലത്ത് നിരവധി വിദേശ രാജ്യങ്ങൾ സഹായിക്കാൻ തയ്യാറായിട്ട് വന്നപ്പോൾ 1 രൂപ പോലും വാങ്ങിക്കാൻ പാടില്ല, അത് ഈ രാജ്യത്തിന്റെ പോളിസി അല്ല എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റാണ് ഇവിടെയുള്ളത്. ഇപ്പൊ ഏറ്റവും അവസാനം മഹാരാഷ്ട്രയിൽ പ്രളയമുണ്ടായപ്പോൾ വിദേശ സഹായം മേടിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം കൊടുത്തു. അതല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും അനുവാദം കൊടുത്ത ചരിത്രം നമ്മുടെ മുന്നിൽ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ ബുൾഡോസർ രാജ്, വടക്കേന്ത്യയിലുള്ള ബുൾഡോസർ രാജ് കൊള്ളാം, കർണാടകത്തിലെ ബുൾഡോസർ കൊള്ളില്ല, കർണാടകത്തിലെ ബുൾഡോസർ രാജ് കൊള്ളാം, അതുപോലെ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്കുള്ള EDയും CBIയും കൊള്ളാം, ഇവിടെ കൊള്ളില്ല എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവിടെ കൊള്ളില്ല ഇവിടെ കൊള്ളാം എന്ന് പറയുന്നത് പോലെയല്ല. ഇത് നിയമത്തിന്റെ വഴിക്ക് കൃത്യമായിട്ടുള്ള പരിശോധനയുടെയും അന്വേഷണത്തിന്റെയും ഭാഗമായിട്ടാണ്. ആ അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമേ സൂചിപ്പിക്കാൻ. ശരി. PM ജയചന്ദ്രൻ, ഇപ്പോൾ എളന്തിക്കര അവിടെ ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകും എന്നുള്ളതായിരുന്നു VD സതീശന്റെ വാദം. അദ്ദേഹം തന്നെ അത് പറയുന്ന ചില വീഡിയോകളൊക്കെ ഉണ്ട്, ചില പത്രസമ്മേളനങ്ങളിലടക്കം. പക്ഷേ അവിടെ ഫ്ളാറ്റുകളും വന്നില്ല, വീടുകളും വന്നില്ല. അങ്ങനെ നിരവധി ഇടങ്ങളിൽ നമ്മൾ മുൻപ് കേട്ട പ്രതികരണങ്ങൾ പോലെ പല ആളുകളും തരാമെന്ന് പറഞ്ഞു, തന്നില്ല എന്ന് ഇപ്പോഴും പറയുന്നു. ഇന്ന് ചില ചാനലുകളൊക്കെ അന്നിട്ട കല്ലുകൾ ഈ കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നൽകാമെന്ന് പറഞ്ഞ വീടുകളൊന്നും നൽകിയിട്ടില്ല. പക്ഷേ VD സതീശൻ ആഹ്വാനം ചെയ്തത് പ്രകാരം മണപ്പാട്ട് ഫൗണ്ടേഷനിലേക്ക് പണം വന്നിട്ടുണ്ടെന്ന് നമ്മൾ കരുതുകയാണ്. അപ്പോൾ വന്ന പണം എവിടേക്ക് പോയി എന്നുള്ള ചോദ്യം കൂടി ഉണ്ട്. എൻ്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടില്ല എന്ന് VD സതീശൻ പറയുന്നതോടുകൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? എന്നെ കണ്ടാൽ കിണ്ണം കട്ടെന്ന് തോന്നുമോ എന്നതാണ്, ആ മട്ടിലാണ് VD സതീശന്റെ പ്രതികരണം. അല്ല, ഇതില് VD സതീശൻ ഇന്നും പറയുന്നത് എന്റെ കയ്യിൽ അനുമതി രേഖയുണ്ട് എന്നാണല്ലോ പറയുന്നത്. എന്ത് അനുമതി രേഖയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്? അത് കാണണ്ടേ? ഈ സംസ്ഥാന സർക്കാരിന് പോലും ഒന്നും ആവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിന് പോലും ഈ പ്രളയ ദുരിതാശ്വാസത്തിനായി വിദേശ സഹായം നിഷേധിച്ച കേന്ദ്ര സർക്കാരിന്റെ സമീപനം നമുക്കറിയാം, അരുൺകുമാർ സൂചിപ്പിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് പോലും കൊടുക്കാത്തൊരു അനുമതി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ലൈസൻസ് എന്ന രൂപത്തിൽ കേന്ദ്രത്തിന്റെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ തെളിവ് കാണിക്കണ്ടേ? അത് കാണിക്കാതെ ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് എന്താണ് രമേശിനെതിരെയൊക്കെ പറഞ്ഞ എന്താണ്, രാഷ്ട്രീയമായി ഉണ്ടയില്ല വെടിയുന്നില്ല അതുപോലെ ഒരു പ്രയോഗമാണ് നടത്തിയത്. രാഷ്ട്രീയമായി എന്തോ കരുതിക്കൂട്ടി ചെയ്യുന്നു എന്നുള്ള നിലയിൽ അതാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴേ ചെയ്യാമായിരുന്നു ഇതൊക്കെ. ഇത് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം, ആദ്യം ഒരു രഹസ്യാന്വേഷണം നടത്തി, പിന്നെ പ്രാഥമിക അന്വേഷണം നടത്തി. അതിന്റെ കൃത്യമായ 2 ഘട്ടങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തൊരു ഘട്ടം ഉണ്ടെന്നേ ശ്രീ സേനാപതി വേണു അതിൻ്റെ പിന്നെ ഞാൻ പേടിച്ചു പോയി പറഞ്ഞേക്ക് എന്ന് രാവിലെ VD സതീശൻ പറയുന്നത് നമ്മളെല്ലാം കേട്ടതല്ലേ. പേടിച്ച് പോയിട്ടില്ലെങ്കിൽ നല്ല കാര്യം, പേടിക്കുന്നത് ചോദിച്ചാൽ. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ, നിയമപരമായ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇനി പിന്നാലെ വരുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാത്തതൊന്നുമല്ല. അത് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞോട്ടെ. 140 നിയോജക മണ്ഡലങ്ങളിൽപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായിട്ടുള്ള പറവൂര്. ഈ പറവൂരില് 229 വീടുകളാണ് പുനർജനി എന്നുള്ള പേരിൽ വെച്ചു കൊടുക്കുന്നതാണ് അവകാശപ്പെട്ടത്. അതിലാണ് ഇപ്പൊ അരുൺ പറഞ്ഞതുപോലെ എല്ലാം കൂട്ടിപ്പിടിച്ച് വാരി എണ്ണിയാൽ ഒരു 55-56 കിട്ടുമായിരിക്കും. അതിന്റെ ലിസ്റ്റ് ഒന്ന് പുറത്തു വിടണം കേട്ടോ. എന്ത് പറ്റി? ബാക്കിയുള്ള 229 ബാക്കിയുള്ളതിന്റെ ഗതി എന്തായി? അതിനുൾപ്പെടെയല്ലേ വിദേശത്തു നിന്ന് മണപ്പാട്ട് ഫൗണ്ടേഷൻ വഴി സഹായം സ്വീകരിച്ചത് എന്നുള്ളതാണ് നിർണായകമായ ചോദ്യം ഉയരുന്നത്. അപ്പൊ അതിനു വേണ്ടി സ്വീകരിച്ച പണം 229 വീട് എന്ന് പറഞ്ഞിട്ട് 85 വീട്, അതിന്റെ കുറെ ലിസ്റ്റ് ഇപ്പൊ അവരും പറഞ്ഞല്ലോ. ഇവിടെ ആലുകാസിന്റെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മുൻ മേയറായ സൗമിനി ജയിലിന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ പറഞ്ഞല്ലോ, അതൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൂടെ ചേർത്താലും ഇത്രയേ വരുന്നുള്ളൂ. ബാക്കി പണം പിരിച്ചല്ലോ ഈ ഫൗണ്ടേഷൻ വഴി, അതെവിടെ പോയി? അതറിയണ്ട കേരളത്തിന്. കാരണം കേരളത്തിലെ പ്രളയത്തിന്റെ ഭാഗമായി ഇവിടുത്തെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിന് വേണ്ടിയിട്ടാണ് പിരിച്ചതെന്നേ, മറ്റു മണ്ഡലങ്ങളിലേക്ക് കൊടുക്കാനില്ല. പറവൂർ നിയോജക മണ്ഡലത്തിന് വേണ്ടി മാത്രമാണ് 229 പ്രഖ്യാപിച്ചത്. ആര്? പ്രതിപക്ഷ നേതാവ് തന്നെ. ഇതാണ് പ്രശ്നം. ശ്രീ ജയചന്ദ്രൻ, ഞാൻ സമയപരിമിതി കാരണമാണ് ഒന്ന് ഇടപെടുന്നത്. വ്യക്തമാണ് താങ്കൾ പറഞ്ഞെന്ന പോയിന്റ്. സേനാപതി, ഞാൻ ഒറ്റ കാര്യം അവസാനമായി ചോദിക്കുന്നു, ദീർഘിപ്പിക്കാതെ മറുപടി പറയണം. VD സതീശൻ വിദേശത്ത് പോയി പണം ആവശ്യപ്പെട്ടു, അത് സത്യമാണ്, ആ വീഡിയോ സഹിതമുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ലെങ്കിലും ഈ മണപ്പാട്ട് ഫൗണ്ടേഷനിലേക്ക് പണം വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ അങ്ങനെ കൊടുക്കാനാണ് അതിൽ പറയുന്നതും. അപ്പോൾ ഈ വന്ന പണവുമായി ബന്ധപ്പെട്ട് വസ്തുതാപരമായി പറഞ്ഞാൽ സേനാപതി, VD സതീശൻ എന്തെങ്കിലും ഓഡിറ്റ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു മറുപടി അദ്ദേഹത്തിന് ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ ഇതിനോടകം അത് പറയേണ്ടതല്ലേ?
അല്ല, ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ വി ഡി സതീശൻ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടതാണെന്ന്. കിണ്ണം കെട്ട പല ആളുകളും ഒക്കെ രാത്രിയിൽ ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞ് ടി വിയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതവിടെ നിൽക്കട്ടെ. കിണ്ണം ആരാണ് കെട്ടത് പാരസെറ്റമോളും സിട്രിസണും കഴിക്കുന്ന ആളാണോ? അതാണ് പറഞ്ഞത്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ഒരു മുൻ മന്ത്രി പറയുന്നുണ്ടല്ലോ. കിണ്ണം ശരി, കെട്ടവരൊക്കെ അതാണ് പൂർത്തിയാക്കൂ, പ്രശ്നം. ഇനി പൂർത്തിയാക്കൂ. ഇവിടെ ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ വിദേശ സഹായം നേടാൻ കേന്ദ്ര ഗവൺമെന്റ് തടസ്സം നിന്നു എന്ന് പറയുന്നത് വിദേശ ഗവൺമെന്റിൽ നിന്നാണ്. ഈ സഹായം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് പോയി അല്ലെ ഇന്ത്യയിൽ നിന്ന് പോയി അന്യ രാജ്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികളായിട്ടുള്ള മലയാളികൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അവർ കൊടുത്ത ഒരു തുക, അത് സമ്പാദ്യമായിട്ട് കൊടുത്തിരിക്കുന്നു. അതെവിടെ കിട്ടിയെന്നുള്ളതും കിട്ടിയതിനൊക്കെ മണപ്പാട്ട് ഫൗണ്ടേഷൻ അതിന് കൃത്യമായ കണക്കുമുണ്ട്. ആ കാര്യത്തിൽ അതൊക്കെ എല്ലാം സുതാര്യമായിട്ട് പോകുന്ന കാര്യം എല്ലാം സുതാര്യമായിട്ട് പോകുന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കിപ്പം വി ഡി സതീശനെ ആക്ഷേപിക്കണമെങ്കിൽ റോയ് അന്വേഷിക്കട്ടെ, ഇന്റർപോൾ അന്വേഷിക്കട്ടെ. അന്വേഷണത്തിലേക്ക് വരും സേനാപതി. അരുൺ പറഞ്ഞത് കേട്ടില്ലേ? താങ്കളും ഒരു അഭിഭാഷകനല്ലേ? അങ്ങനെയൊന്നും വേണ്ട ആരോടും, വ്യക്തികളോടും സംഘടനകളോടും ഒന്നും എന്നാണ് ചട്ടം. CBI അല്ലേ? അത് സത്യം പുറത്തു വരണല്ലോ. ഇപ്പൊ ജയചന്ദ്രൻ സാർ പറഞ്ഞ പോലെ സത്യങ്ങൾ പുറത്തു വരണല്ലോ. സത്യം പുറത്തു വരുന്നതാണല്ലോ നമുക്കറിയാനും എന്താ പറഞ്ഞ ആ കാര്യങ്ങൾ അറിയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് സുതാര്യമായിട്ട് അന്വേഷണം നടക്കട്ടെ. CBI തന്നെ അന്വേഷിക്കട്ടെ. ആ കാര്യത്തിൽ തർക്കമില്ല. എങ്ങനെ CBI തന്നെ അന്വേഷണം നടത്തട്ടെ. അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വി ഡി സതീശൻ തന്നെ കാലത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, CBI അന്വേഷിക്കട്ടെ. അവർക്ക് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അവരെ തെളിവുകൾ ശേഖരിച്ചോട്ടെ. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഈ മുഖ്യമന്ത്രി പറയുന്ന ഒരു പദം ഞങ്ങൾ പറയുന്നില്ല. മടിയിൽ കനവില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ശരി അരുൺ, എന്തായാലും വഴിയിൽ പേടിക്കണ്ട, മടിയിൽ കനമില്ലാത്തത് കൊണ്ട്. പക്ഷേ പുനർജനി എന്ന് കേട്ടാൽ ഉടനെ വി ഡി സതീശൻ പറയും വിജിലൻസ് അന്വേഷിച്ച് തള്ളിയതാണ്. ഒന്നും വേണ്ടെന്നേ. പുനർജനി എന്ന് പറഞ്ഞ വി ഡി സതീശൻ എന്തിനാ ഭയപ്പെടുന്നത്? തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് നിരന്തരം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കുക എന്നത് തൊഴിലാക്കി മാറ്റിയിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഓരോ വിഷയങ്ങളെയും അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം പറവൂരിലെ ജനങ്ങൾക്കറിയാമല്ലോ എത്ര വീട് നിർമ്മിച്ചു കൊടുത്തു, എത്ര ഫ്ളാറ്റുകൾക്ക് തറക്കല്ലിട്ടു, ആ ഫ്ളാറ്റിൽ ആദ്യമിട്ട കല്ലിന്റെ മുകളിലേക്ക് മറ്റേതെങ്കിലും കല്ല് വച്ചിട്ടുണ്ടോ, എത്ര വീടുകൾ വീട്ടുടമസ്ഥർ വഴിയാധാരമായി മാറി. ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാമല്ലോ. ചൂരൽമല മുണ്ടക്കൈയിൽ കോൺഗ്രസ് പണിതു തരുന്ന വീടും സ്വപ്നം കണ്ടിരിക്കുന്ന നിരവധി കോൺഗ്രസ്സുകാരായ അതിൽ ദുരന്തം അനുഭവിച്ചവരുണ്ടല്ലോ. അവർക്കൊക്കെ ഇപ്പോൾ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടു വീഡിയോയിൽ. ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ അവിടെ 350 വീടുകൾ കൈമാറും. അതൊക്കെ ഇവർ കാണുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും കൂടപ്പറമ്പായിട്ട് നടക്കുന്ന ഇവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ വരിക തന്നെ ചെയ്യും. CBI ഈ വിഷയം അന്വേഷിക്കും. കാരണം ഇത് മറ്റൊരു ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയില്ല. ഒഫൻസ് ക്ലിയറായി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ തന്നെ, അദ്ദേഹത്തിന്റെ അവിടുത്തെ ആ പ്രസന്റേഷനിൽ തന്നെ മെയ്ഡ് ഔട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, സേനാപതി വേണു, M ജയചന്ദ്രൻ, ന്യൂസ് ആൻഡ് വിസിൽ സഹകരിച്ചതിന്.